ഞങ്ങൾക്ക് ഇവിടെ കിട്ടിയത് അവിടെ നിന്ന് കിട്ടി മറ്റേ ഗ്രേ ഹോണ്ടില് പിന്നെ ബേഡ്സിനെ കണ്ടു പക്ഷേ ഫോക്കസ് കിട്ടുന്നില്ല നമ്മൾ നോക്കുമ്പോൾ അറിയാൻ പറ്റൂല ആകെ പച്ചപ്പൊക്കെ ആയിട്ടും പിന്നെ ലൈറ്റ് കുറവും കാട്ടുപോത്തിനെ കാണാൻ പറ്റുമോ ഇല്ല മറ്റേ പടത്തിലാണ് വരില്ലേ ട്രക്കിങ് പോയിട്ടുണ്ട് മറ്റേ പട്ടപ്രവേശത്തിലെ മറ്റേ ഇയാള് വരില്ലേ ബേർഡ് വാച്ചിങ് എന്ന് പറഞ്ഞിട്ട് ഇയാള് സൈസില് ആ സാറ് പറഞ്ഞതേ ഈ ഏരിയ കൂടെ പോകാനാണ് പറഞ്ഞതേ ബേർഡ് വാച്ചിങ്ങിന് വരണവരെ ഇതിലേ കൊണ്ടുപോകാം നോക്കൂ കിളികളാണ് ഞാൻ ആനേനെ കണ്ടേ ആനയെ നിനക്ക് ഞാൻ ഇഷ്ടം പോലെ കാണിച്ചത് നോക്കാത്തൊരു കാര്യം പറഞ്ഞല്ലോ എന്തേ ഒന്നുമില്ലല്ലേ വൈകുന്നേരത്ത് പോകുമ്പോ ചിലപ്പോ കാണാൻ കിട്ടും അത് കാണാം ഇവിടെ അതിരപ്പള്ളിയിൽ എന്താ ആനയുണ്ട് നമുക്ക് എനിക്ക് ആനേനല്ലേ കണ്ട എനിക്ക് മറ്റേ ഇതിനൊക്കെ കണ്ട കാട്ടുപോത്ത് അങ്ങനെ സാധനങ്ങളൊക്കെ എന്നെ കണ്ടാ മതി ഒരു കടുവ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മളിപ്പോ എന്ത് ചെയ്യും ചേച്ചി അത് മാറിപ്പോകും മാറിപ്പോന്നാ ആ മറ്റേ സെറ്റൊക്കെ ഇല്ലേ കഴിഞ്ഞോട്ട് വന്നപ്പോ സെറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല ചേച്ചില്ല വേറെ ആളായിരുന്നു എന്ത് സെറ്റ് വയൽ സെറ്റ് ആ കടുവര മുമ്പിൽ അങ്ങനെ എത്തിപ്പെടുകയാണെങ്കിൽ ഒന്നും ചെയ്യണ്ട കടുവ ചെയ്തോളൂ നോക്കി ആ മൈക്കൊന്ന് ശ്രദ്ധിച്ചോളൂട്ടാ മാഗ്നറ്റല്ലേ കിട്ടും മാഗ്നറ്റൊക്കെ ഞാൻ അതിൽ പോയിട്ട് ഇതിലെ വരെ ചെയ്തേ വെള്ളച്ചാട്ടത്തിന്റെ ഇപ്പൊ നമ്മൾ ആരെങ്കിലും പിടിച്ചു ചേച്ചി ഇപ്പൊ കടുവേനെ ഒന്ന് പിടിച്ചു വിചാരിക്കുക കുടുംബത്തിന് വല്ലതും കിട്ടും നമ്മുടെ എന്ത് കിട്ടും 1 കോടി ഇൻഷുറൻസ് ഉണ്ട് അതിന് 1 കോടി കിട്ടുമോ ടിക്കറ്റും ഇൻഷുറൻസ് ഉണ്ട് തോന്നുന്നുണ്ട് 10 ലക്ഷം ഒരാളുടെ ജീവന് 10 ലക്ഷം ആ അവനെ കുഴപ്പമില്ല പിന്നെ വേണ്ടാന്ന് മനസ്സിലായില്ലേ അങ്ങനെയാണ് നിന്നെന്തായാലും ജോയലിന് 5 കുഴപ്പമില്ല ഇവന് 20 ലക്ഷം കൊടുക്കണം കുറച്ചും കൂടി സൈസ് ഉണ്ട് ചൂട് പുറത്തേക്ക് പോയി നോക്കാം അല്ല ഇവിടെയൊക്കെ നടക്കുമ്പോ കുണ്ടും കുഴിയൊക്കെ അല്ലേ ഇപ്പഴല്ലേട്ടാ പറഞ്ഞു കുറച്ചങ്ങോട്ട് കയറുമ്പോ ഇതിപ്പോ പോകുമ്പോ ഇത്തിരി മണി കയറ്റാവില്ലേ നമുക്ക് മറ്റേ സൈഡിൽ കൂടെ വരുന്ന പോലെ ആവില്ലല്ലോ അതേപോലെ അവിടെ ഒരു ചെറിയ ആ പാറത്തുന്നില്ലേ അതിന്റെ അവിടെ ഒരു കാറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ പിന്നൊന്നും കാറ്റില്ല എത്ര മറ്റേ കയാക്കിങ് ഇല്ലാത്ത കയാക്കിങ് വഞ്ചിയിലേ ആ സിസ്റ്റം ഇല്ലാത്ത സാധാരണ എല്ലായിടത്തും കയാക്കിങ് ഉണ്ടാവാറുണ്ട് കയാക്കിങ് ഉണ്ടോ അവിടെ കയാക്കിങ് എന്ന് പറഞ്ഞാൽ മറ്റേ വഞ്ചിയില് തുഴഞ്ഞു പോകണം കയാക്കിങ് നമ്മളതിന് തുഴയാ അതല്ല ഇപ്പൊ നമ്മള് തന്നെ തുഴഞ്ഞു നമ്മുടെ ജീവനെല്ലാം പറ്റണമെങ്കിൽ എന്ത് ചെയ്യും ലൈഫ് ജാക്കറ്റും മറ്റേ സാധനമൊക്കെ ഇല്ലേ പൊന്തി കൊടുക്കില്ല പൊന്തി കൊടുക്കില്ലേ അതല്ല ഇവിടെ ആൾക്കാരുണ്ടാവല്ലോ അത് മറ്റേ കൊട്ടവഞ്ചി വെച്ചാലും അതും ഇറിഗേഷൻകാരില്ലേ അവര് മറ്റേ ഈ ഒരു ബോട്ടില്ലേ സ്വയം അത് ഇറക്കുന്നു പറയും പെഡൽ ബോട്ട് ആ സാധനം ഇറക്കുന്നു പറയുന്നുണ്ട് ചിലപ്പോൾ ഇറക്കുമായിരിക്കും വീഡിയോ എടുക്കണം ഫ്രണ്ടിൽ കയറി പൊട്ടുന്ന നിങ്ങൾ എടുക്കണം പ്രത്യേകിച്ച് പണിയില്ലല്ലോ കാണാൻ പറ്റി എന്റെ ബേർഡ്സിനൊക്കെ ബേർഡ്സിന് ഫോണിലെടുക്കാൻ പറ്റില്ല സാംസങ് അല്ലേ ഇത് കിട്ടും 10x വരെ കിട്ടും മൃഗങ്ങളൊന്നും കാണാൻ പറ്റിയെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അവിടെ ഇരുന്ന ചേച്ചിമാരൊക്കെ ഇല്ലേ വന്നിട്ടിരുന്നതാണ് രാവിലെ ഞങ്ങൾ പോയിട്ട് വേറെ ടീം ആ ചേച്ചിമാരും പോണോ അവര് കണ്ടാ എല്ലാ മൃഗങ്ങളും ഉണ്ട് തോന്നുന്നില്ലേ നമുക്ക് ചിമ്മിനി കണക്റ്റഡ് ആയിരുന്നേ കണക്റ്റഡ് ഏരിയ ആണ് പാമ്പൊന്നും ഉണ്ടാവോ വഴിയിലുണ്ടാവില്ല ഉറപ്പല്ലേ അത് നമ്മള് വൈബ്രേഷൻ ഉണ്ടാവില്ല അയ്യോ പാമ്പൊക്കെ നീങ്ങി പോകും പാമ്പിനെ കാണാറുണ്ടോ നിങ്ങള് മറ്റേ ചുരുട്ടപ്പാമ്പില്ലേ ചുരുട്ടപ്പാമ്പാ അണലിയുടെ വർഗത്തിൽപ്പെട്ട മനസ്സിലായി ചെറിയ അണലി ഇല്ലേ വിഷമുണ്ട് ചെറിയ തോതിലുള്ളോ ഒരു കുഴപ്പമില്ല ജീവൻ രക്ഷപ്പെടാൻ മതി അല്ല നല്ല വിഷമുള്ള ടൈപ്പ് ഉണ്ട് തോന്നുന്നുണ്ട് പിറ്റ് വൈപ്പറിൽ തന്നെ
ഭയങ്കര ചെറുതാ കുഞ്ഞു പമ്പ ഈ വൈപ്പർ തന്നെ റൗണ്ട് ആയിട്ട് ഇങ്ങനെ കിടക്കുക. നല്ല ഭംഗി കാണാൻ. എന്തേ അല്ല അതില്ലേ നോക്കിയാ. ഓ ഇതൊക്കെ പോയി കഴിഞ്ഞാൽ എത്ര വേണം? 15. എടാ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടോ ഞാൻ? ഈ ടെൻഷൻ അടിക്കല്ലേ, പോയാൽ നിനക്ക് മേടിച്ചു തരില്ല. നമ്മൾ വീണ്ടും ഈ റൗണ്ട് ഇവിടെ നടക്കും. പഴശ്ശിരാജ ഷൂട്ട് ചെയ്ത സ്ഥലമാണ് ഗൈസ്. ആരെവിടെ? പഴശ്ശിരാജേ ആരീവനാ? ഞാൻ വന്നിട്ട് കുറച്ചാളായിട്ടുള്ളൂ. വടക്കേ വരും. എൻ്റെ അടുത്ത് 12 കിലോമീറ്റർ എന്ന് പറഞ്ഞ പോലെ എനിക്ക് തോന്നിയത്. ഇവിടെ വന്നിട്ട് ട്രക്ക് ചെയ്ത കാര്യം പറയണേ. ഈ ട്രക്കിങ് ആണ് ഇതന്നെ സെയിം. 5 പറഞ്ഞിട്ടുണ്ടാവും. ഞാൻ 6 കിലോമീറ്റർ പറഞ്ഞിട്ടുണ്ടാവും. ചിലപ്പോ അങ്ങടും ഇങ്ങടും കൂടിയിട്ട്. ശരിയാ നടന്നു. പക്ഷെ ഓൺലൈനിൽ ബുക്ക് ചെയ്യണതല്ലേ? അതെന്തൊരു പ്രത്യേകത? 10 ആളെ കൊണ്ടുപോണത്. കൂടുതൽ കാണാം. 10 ആളുണ്ടാവൂലേ? ഈ കൊട്ടഞ്ചില് പോകുമ്പോ മൃഗങ്ങൾ കാണാൻ ഭാഗ്യണ്ട. മിനിഞ്ഞാന്നുള്ളവർക്കൊക്കെ ചില സമയത്താണ്. പിന്നെ ഈ വരുന്ന ആൾക്കാർ ചിലപ്പോ മാനൊക്കെ മെയ്യുണ്ടെങ്കില് കണ്ടൊരു സന്തോഷത്തില് പിന്നെ നമ്മളെ മുഖാമുഖം കാണില്ലേ, അത് മാറിപ്പോകും. കൊട്ടവഞ്ചി എത്ര ഡിസ്റ്റൻസ് എടുക്കും? 20 മിനിറ്റോ? കൊട്ടവഞ്ചി എടുക്കണം. എത്ര രൂപ വരും? 400. ഒരാൾക്ക് 400? നമ്മൾ ആദ്യം ഇവിടെ നിന്ന് നടന്നെത്തും നോക്കട്ടെ തിരിച്ച്. എടാ കൊട്ടവഞ്ചിയിൽ പോകാൻ പുള്ളി തുടങ്ങിയുള്ളോ, നമ്മൾ നടക്കില്ല. ഇത് പക്ഷെ എങ്ങനെയല്ലല്ലോ, വെറുതെ നടക്കുന്നതല്ലോ. ഭയങ്കര കുണ്ടും കുഴിയൊക്കെ ആയിരുന്നു കേറുമ്പോ. പിന്നെ നമ്മള് കയറ്റം കയറുമ്പോ നമ്മള് അയ്യോ പുറത്തേക്ക് മോളിക്ക് തന്നെ നോക്കിയേക്കല്ലേ, മോളിക്ക് നോക്കണ്ട നിലത്തേക്ക് നോക്കി തന്നെ കയറാം. ഷൂ അങ്ങനെ മേടിച്ചിട്ടൂടെ? ഷൂ അല്ല കുറച്ചും കൂടി ഫ്ലെക്സ്. ഇത് ട്രക്കിംഗ് ആടാ. ട്രക്കിങ്ങിന് ഇടണത് തന്നെയാ ഉള്ളല്ലേ? ഇപ്പൊ പറ്റില്ല, എനിക്ക് സ്റ്റാമിന ഇല്ല. മല കയറണമെന്നൊക്കെ ഉണ്ടായിരുന്നു മുകളിലേക്കേ. നേരത്തെ ട്രക്കിംഗ് നിർത്തലാക്കിയ എന്നെ പറ്റി ആൾക്കാർ നശിപ്പിച്ചട്ടാ? എന്തെങ്കിലും നശിപ്പിച്ചട്ടാ? റിസ്ക് ആണെന്ന്. ഇതിന്റെ മുകളിലേക്കല്ലേ? ഏതിന് മുകളിലേക്ക്? ആ ടോപ്പിക്കോ? അങ്ങനെ പോണേ അടിപൊളിയല്ലേ? പക്ഷെ എങ്ങനെ പോണേ? മറ്റേ കുത്തി പിടിച്ച് പോകേണ്ടി വരും. മറ്റേ പിടിച്ച് കയറും പിടിച്ച് പോണോ? ഏത് അറ്റം വരെ പോവും? ആ ടോപ്പ് വരെ കയറും പിടിച്ച് പോകേണ്ടി വരും. പിന്നെ എങ്ങനെ പോണേ? ഞാൻ വിചാരിച്ചു ഇത് ട്രക്കിംഗ് എന്ന് പറയാൻ പറ്റില്ല, മുകളിലേക്ക് കയറണതല്ലേ കയറും പിടിച്ച് ഒരാള്. നീയേ ഇത് വീഡിയോ ഒക്കെ ഇട്ടിട്ട് അവസാനം റീച്ച് കിട്ടുമ്പോ പൈസ ഇങ്ങോട്ട് തരണം. ഇങ്ങനത്തെ വർത്താനം കുറച്ചേരം നിർത്തും നീ. എടാ ഇങ്ങനത്തെ പറഞ്ഞാൽ മാറിയിട്ടുള്ളോ? ഇനി പാടുപാടായിരിക്കട്ടോ, ഒന്നും മിണ്ടണ്ടാരും, സംസാരിക്കണ്ട, വീഡിയോ മാത്രം മതി. ചേച്ചിയുടെ ശബ്ദം കുറച്ചും കൂടി കിട്ടണം. കുറച്ച് കാടിനെ കുറിച്ചൊക്കെ പറഞ്ഞിക്ക് ചേച്ചി. ഇവിടെ കാട്ടുതേൻ കിട്ടാൻ പോലെ വകുപ്പുണ്ടോ? അതാണ് കാടിനെ കുറിച്ച് പറഞ്ഞിക്ക്. ആ കാട്ടുതേൻ പുറത്ത് കൊടുക്കണ്ടോ? നല്ല തേങ്ങ കൊടുക്കുന്നുണ്ട്. അതല്ല, എനിക്കിപ്പോ ഫ്രഷ് കിട്ടണം അവിടുന്ന്. ഈ നിങ്ങളുടെ ഇവിടെ വെച്ചുള്ള കാട്ടുതേൻ ഒറിജിനൽ കാട്ടുതേനാണോ? ഭയങ്കര കയ്പാണുള്ളത്. ഒരു വട്ടം വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാവൂലേ? ചാലിച്ചു കൊടുക്കും. നടക്കുന്നുണ്ട്. ഇഷ്ടമായി. ചേച്ചി എത്ര നാളെ ഇവിടെ? 2.5 വർഷം. സാലറി അതോ ഇങ്ങനെ ഡെയിലി വേജ് സ്കീമാ? അതെ, അക്കൗണ്ടിലേക്ക് വരും. എല്ലാ ദിവസവും ഉണ്ടോ? ഇൻക്രിമെന്റ് ഒന്നും ഇല്ല. 2.5 വർഷത്തിലേക്ക് 1 വർഷം കഴിയുമ്പോൾ ഇൻക്രിമെന്റ് അങ്ങനത്തെ പരിപാടി ഒന്നും ഇല്ല. ഉച്ചവരെ വർക്ക് ചെയ്യൂടെ. പിന്നെ ഇതിന്റെ കായ എന്തൊരു പഞ്ഞില് അത് പറിച്ചു നോക്ക്.
മയിലമ്പാല പാലാമരല്ലേ മറ്റേ യക്ഷിയുള്ളതല്ലേ? പാലിന് പല ടൈപ്പ് ഉണ്ടല്ലോ. മണം വരില്ല മറ്റേ പാലപ്പൂവിന്റെ. അത് വേറല്ലേ, അതിന്റെ കീഴിലമ്പാല നമ്മൾ വരുമ്പോ കണ്ടിട്ടുണ്ടാവുമല്ലോ. ഈ രാത്രിയല്ലേ കുറച്ചും കൂടി ബെറ്റർ ട്രക്കിങ്ങിന് പോണത്? ഈ രാത്രി കണ്ണു കാണില്ലേ? ടോർച്ചൊക്കെ അടിച്ച് പോണ്, പുലിനെയൊക്കെ പിടിക്കാൻ പോണം, കണ്ടിങ്ങനെ കറങ്ങും. കണ്ടിങ്ങനെ ഇറങ്ങാൻ പറ്റാ. ന്യൂസ് ചാനലിൽ പോക്കറാ ഉണ്ടായിരുന്നാ കൊറേ ഇത് മറ്റേ 90 നേരത്തെ പറഞ്ഞത് ആള് സ്വാതന്ത്ര്യം കിട്ടണേ 1940 100 വർഷം മുമ്പ് കൂടി ഉണ്ടായിരുന്നു എന്നായിരിക്കില്ലേ? പണ്ടത്തെ കാര്യമല്ലേ പറഞ്ഞേ? ഞാൻ വിചാരിച്ചു കഴിഞ്ഞ 2 കൊല്ലം മുമ്പൊക്കെ കൂടി ഉണ്ടായിരുന്നു ചേച്ചി വന്ന ടൈമില്. ചിമ്മിനില് ഇന്നാള് അല്ല ചിമ്മിനില് ഈ അടുത്ത് ഏതൊരു മാന്യാണ്ട് പിടിച്ചിട്ട് ഫോട്ടോ എടുക്ക വീഡിയോ എടുക്കാണ്ട് ചെയ്തിട്ട് കേസയ്യാ. ഒരു മിനിറ്റ്, ഇവിടെ അതെന്താ പ്രതീക്ഷിക്കാൻ പറ്റില്ല. എനിക്ക് തീരെ പ്രതീക്ഷയില്ല എന്റെ കാര്യത്തിൽ. എന്റെ കാര്യത്തിൽ ഒട്ടുമില്ല. എനിക്കിപ്പോ ഭയങ്കര സ്റ്റാമിന കുറവ്, നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പറഞ്ഞ ചെറിയ പ്രായത്തിൽ നടക്കാൻ പറ്റില്ല. പ്രായ ആൾക്കാർ ചെറിയ പ്രായത്തിൽ ആരോഗ്യം നശിച്ചു ചേച്ചി. എന്താ ചെയ്യാ? നല്ല സുഹൃത്തുക്കൾ ഉണ്ടായി കഴിഞ്ഞാൽ ആരോഗ്യം നശിക്കും. അതെ അതെ, നല്ല സുഹൃത്തുക്കളുടെ ആരോഗ്യം നശിക്കും. വെള്ളേ ഒന്നും വരുന്നില്ലല്ലോ. മൂത്തുന്നവര് ഇംഗ്ലീഷിൽ പറഞ്ഞതാ മൂത്തുന്ന്. അല്ലാണ്ട് മൂത്തന്ന് കേക്കുക, ചെവിയും കേക്കില്ല. ഓ മൈക്ക് ഞാൻ ഊരി തരാം നിനക്ക്. നീ തന്നെ വെച്ചോ. തമാശ കളിക്കല്ലേ? ഫ്രണ്ട് എടുത്ത ക്യാമറ നോട്ടെ കാണാം. അങ്ങനെയുണ്ടായി ഒരു ഫോട്ടോസ് എടുത്തരട്ടോ. അയ്യോ അവിടെ ഇരിക്കണ്ടായിരുന്നവരൊക്കെ ട്രക്കിങ്ങിന് പോണവരോ? അതവരുടെ സ്റ്റാഫാ? അവരോ? ചേച്ചിമാരെ കണ്ടു കഴിഞ്ഞാ ചേച്ചി മാത്രം ഫിറ്റ് ഉള്ളല്ലോ. അല്ല അവരെ കണ്ടു കഴിഞ്ഞാൽ തോന്നുന്നില്ലേ? പോത്താണ്, കാട്ടുപോത്ത്. അത് ഞങ്ങളുടെ വീടിന്റെ അവിടെ ഉണ്ട്. ഞങ്ങള് കണ്ടു കുറച്ചു നേരം മുമ്പ്, മറ്റേ പശുവിനെയൊക്കെ കണ്ടു ഇവിടെ കയറി വരുമ്പോ. ഞാൻ വിചാരിച്ചു കാട്ടുപോത്ത് നൈസായിട്ട് പറയാ ഇവിടെ വീടിന്റെ അവിടെ ഉള്ളത്. ശരിക്കും കാട്ടുപോത്ത് അല്ല, കാട്ടുപോത്ത് ഏതാണ്ട് ഈ ലുക്കാ. എല്ലാം കറുത്തിട്ടുണ്ട് കാട്ടുപോത്ത്. അങ്ങനെയുള്ള മണ്ട അത് കാട്ടിയാ ഇവിടെ ഉള്ളത്. സ്ട്രെങ്ത് ഇത്തിരി കൂടും നമ്മുടെ അവിടുത്തെ പോത്തേക്കാൾ. മറ്റേ സാധാരണ പോത്തിന്റെ പോലെയാണ് ഒറിജിനൽ കാട്ടുപോത്തിന്റെ ഏതാണ്ട് ലുക്ക്. ഉളമ്പാർ കൊമ്പ് നല്ല വലിപ്പുണ്ടാവും മാത്രം. വളഞ്ഞ് ഈ സ്ഥലത്തിന് വല്ല ഐതിഹ്യങ്ങളുണ്ടോ? ഇതൊക്കെ ഐതിഹ്യങ്ങൾ ഈ സ്ഥലത്തിന് ആരെങ്കിലും മറ്റേ സന്യാസം ചെയ്യാൻ വന്നതോ അങ്ങനത്തെ വല്ലതൊക്കെ ഉണ്ടോ? കൊടുങ്കാട്ടിനുള്ളിൽ സന്യാസം ചെയ്യാൻ വന്നവരെ പണ്ട് കാലത്ത് ആരെങ്കിലും വന്നിട്ടുണ്ടാവും ഇവിടെ കണ്ടിട്ട്. അങ്ങനത്തെ ഒരു ലൊക്കേഷൻ പോലെ ഉണ്ട് മറ്റേ ആലൊക്കെ കാണുമ്പോഴേ. ഈ ഭാഗില് എവർഗ്രീൻ ആണ്, നിത്യഹരിതമല്ലേ ഈ ഭാഗം. അങ്ങനെ എവർഗ്രീൻ ആണ്. പിന്നെ 58% എവർഗ്രീൻ ആണ് കേട്ടോ. എന്നും ഇങ്ങനെ നടക്കാവുന്ന തീരാ പോടാ. എന്നിട്ട് അവിടുന്ന് ഞാൻ ബസ് വണ്ടി കയറി വന്ന് ചിലവ് എനിക്ക് ഇത്രയ്ക്ക് ഡെയിലി 2000 രൂപ പോവും, മാസത്തിൽ 60,000 രൂപ ചിലവ്. നീ ചെയ്തോണെങ്കിൽ അതിന് ചെമ്മാപ്പള്ളി പോകാൻ നല്ലത്. അതിനേക്കാളും അവിടെ ഞാൻ കയാക്കിങ് ചെയ്ത് കറങ്ങി വെച്ച് പോരാം.
അയ്യോ ഇതൊക്കെ എന്ത് ആനപ്പിണ്ടടാ. ഓ ആന വരുന്നത് മനസ്സിലായില്ലേ? പഴയതാന്ന്. അത്ര പഴയതല്ല അങ്ങനെയാണ്. അപ്പൊ ആന എങ്ങനെ മുന്നിൽ പൊട്ടി ഞങ്ങൾ ചേച്ചി ഓടിപ്പോ? അതിന്റെ കൂട്ടത്തില് കുട്ടീനെ മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. കുട്ടി ഉണ്ടെന്ന് വിചാരിക്കുക. മത ഇളകിയ ആനയെന്ന് വിചാരിക്കുക. അടിക്ക് നമുക്ക് പെട്ടെന്ന് കിട്ടില്ലല്ലോ, സ്മെല്ലടിക്കും. അപ്പൊ നമുക്ക് അറിയാൻ പറ്റില്ല ഇന്ന ഭാഗത്തുണ്ട്. എനിക്ക് ജലദോഷ, എനിക്ക് സ്മെല്ല് കിട്ടും. ഈ സ്മെല്ലടിക്കണ്ട, അവർക്ക് സ്മെല്ല് കിട്ടും. നമുക്ക് ഓടാം. അപ്പൊ ഓടാനും പറ്റില്ല അവസ്ഥ. കാട്ടില് എവിടക്കെങ്കിലും ഓടി ഞാൻ അവരെ പുഴയിൽ പോയിക്കും. മുങ്ങി ചത്താലും കുഴപ്പമില്ല, സാധനം അടിച്ചു കൊണ്ട്. ആര്? അതല്ല, ഞാൻ മുങ്ങി ചത്താലും കുഴപ്പമില്ല. അതിൻ്റെ ഉള്ളില് നീന്തറിയില്ലല്ലേ? എനിക്ക് നീന്തറിയില്ല. ആന നീന്തും എനിക്കറിയാം. ജീവൻ പണയം വെച്ചുള്ള യാത്ര എന്ന് പറയില്ല. നല്ല ക്ലാരിറ്റിയില്ലേ? ആളുകളുണ്ടല്ലോ. എത്ര പേരെ? 10 പേരൊക്കെ ആയിട്ട് പോയതവര്? 19 പേരോ? 19 പേരാകുമ്പോ എത്ര വരും? അല്ല 19 പേർക്ക് എത്ര വരുന്നു എമൗണ്ട്? ഒരാൾക്ക് 200 രൂപ വെച്ചിട്ട്. ഒരാൾക്ക് 200 രൂപ വെച്ച്. അപ്പൊ 3800 വരും. മുഷ്കിൽ ഹേ. തേക്കാണോ ചേച്ചി? അല്ല, ഈട്ടി. ഇത് തേക്ക്. അപ്പുറത്തുള്ളോ വലിയ വലിയ മരം? അത് ഈട്ടി. ഈട്ടി നല്ല അറിയി പറഞ്ഞ പോലെ ഈട്ടിയൊക്കെ ഉണ്ടാവല്ലോ. യുക്കാലിപ്സ്. ഏതാ? വലിയ മരല്ലേ? ഇതെന്തൊരു കായത്? ഇതെന്തൊരു കായ? ഇത് മറ്റേ ബദാമല്ലേ? ഇത് ബദാം. ബദാമിന്റെ അല്ലേ? അല്ലേ? ബദാമല്ലടത്. കാവളം. മറ്റേ ബദാം പോലെ ഉണ്ടേ, ഞാൻ കണ്ടിട്ടുണ്ട് പണ്ട്. ഇന്നൊരു കാവളം. തിന്നാൻ പറ്റുന്നല്ലോ. തിന്നാൻ പറ്റണാണോന്ന് അവന് പറ്റും. കാവളം. അയ്യോ, നിങ്ങക്ക് എന്നിട്ട് നേരത്തെ പോയിട്ട് ബേർഡ് വാച്ചിങ്ങിൽ നിന്നോട് കിട്ടിയേ? വലുത് കിട്ടാറുണ്ടോ? ഗ്രേ ഹോൺബിൽ എന്ന് പറഞ്ഞാൽ കോഴി പോലെ അങ്ങനെ. ലേറ്റ് ആയിട്ട് വന്ന മറ്റേ വേഴാമ്പൽ വരാറുണ്ടോ? വലിയ മരങ്ങൾ വേണ്ടേ? എന്നിട്ട് ഗ്രേറ്റ് ഹോൺബിൽ. അത് എവിടെ കേട്ടിട്ടുണ്ടല്ലോ. വേഴാമ്പലിയുടെ മലമുഴക്കി വേഴാമ്പല്. ഏതൊക്കെ വരാറുണ്ട്? ഇടയ്ക്ക് പുലി ഇറങ്ങിയതൊക്കെ പറഞ്ഞ് ന്യൂസ് കേൾക്കാനൊക്കെ ഉള്ളതാണോ? അതെ. ഞങ്ങളുടെ ഇവിടെ ന്യൂസിലൊന്നും കൊടുക്കാറില്ല. ഇറങ്ങിയാലും ഒന്നും മിണ്ടില്ല അല്ലേ? പട്ടിനെ പിടിച്ചോണ്ടല്ലേ. ഓ അല്ല, ഇത് പിന്നെ ഓൾറെഡി ഡാമും റിസർവോയറൊക്കെ. ആ വരണ വഴിക്ക് കിടക്കണ പശുക്കളൊക്കെ ആൾക്കാർ വളർത്താനാണോ അതോ? അത് എസ്റ്റേറ്റിലല്ലേ, എസ്റ്റേറ്റ് ടാപ്പിംഗ് തൊഴിലാളികൾക്ക് കൊടുത്തതാണ്. അവർക്ക് വേണ്ടേ? വേണം. അത് പ്രസവിക്കില്ലേ, കുട്ടിയൊക്കെ ആയി കഴിയുമ്പോൾ പാലിന് വേണ്ടിയിട്ട് എടുക്കും. ഫുഡ് ഫ്രീ ആണ്, ഫുഡ് ചെലവ് കുറവല്ലേ?
അല്ല ഒരു വണ്ടി വിളിച്ച് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുമെന്ന് ചോദിച്ചതാ. അവരടിക്കും നമ്മളെ ആര് ആൾക്കാര്. അടിക്കില്ലേ? നമുക്കാണെങ്കിൽ ഒരു പാർട്ട്ണർഷിപ്പിൽ ബിസിനസ് തുടങ്ങായിരുന്നു. മരക്കാരെ വെട്ടിയിരുന്നു ഇവിടെ. ഇത് ഇതിന്റെ മുകളിലേക്ക് ഈ വഴി തടസ്സമായിട്ട് കിടന്നിട്ടേ അങ്ങനെ വെട്ടി മാറ്റിട്ടുണ്ടായിരുന്നല്ലേ. അതുപോലും ചോക്കണം സംശയമാണ് ജോയിലിനെല്ലാത്തിനും. അതെ വ്ളോഗറാവുമ്പോ അങ്ങനെയൊക്കെയാന്നൊക്കെ എല്ലാം ചോദിക്കും. ഇതേ അതൊക്കെ കിടക്കുന്നായിരുന്നു പുതിയ കാരണം. നല്ല സ്മെല്ല് ചാണകത്തിന്റെ ഉണ്ടല്ലോ. ആ ചാണുണ്ടല്ലോ ഇവിടെ. അവിടെ നിന്നുണ്ടായിരുന്നു ഞാൻ. കാട്ടുപോത്ത എനിക്ക് തോന്നുന്നത് കാട്ടുപോത്തെങ്കിലും വരുന്നു. അതല്ല, എനിക്ക് തോന്നുന്നത് ആരെങ്കിലും കൊണ്ടിട്ടതായിരിക്കും ചിലപ്പോ. ഈ വഴി കൂടെ ആന പോകുന്നുണ്ട്, ആന വരുന്നെന്ന് അറിയിക്കാൻ വേണ്ടി ഇവിടെയൊക്കെ കൊണ്ടിട്ട്. ആ ഇത് കണ്ടിട്ട് തോന്നുന്നില്ല ഏതൊരു മനുഷ്യൻ പോയ പോലെ ഉണ്ട്. ചുമ്മാ തല്ല. അതെ അതെ ഞങ്ങള് ഞാൻ വന്നിട്ടേ എനിക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ. അപ്പൊ ഇതിനിട്ട് ഇങ്ങനെ കളച്ച് മണ്ണൊക്കെ മിണ്ടാണ്ടൊക്കെ ശരിക്കും പറയാൻ പറ്റില്ല. നേരം മുന്നിലൊന്ന് കടുവ വരിക ചിലപ്പോ. മുരളുടെ സൗണ്ട് കേട്ടുള്ളൂ. പിന്നെ പോടാ ഉണ്ടല്ലേ. ഞാൻ മുരളിരുന്നു. അവന് തോന്നണത് അതൊക്കെ ആനച്ചൂരടിക്കുന്ന പറയും കുറച്ച് കഴിയുമ്പോ. വെറുതെ പറയാൻ പറ്റില്ല. കഷ്ടകാലം ഇപ്പഴാ വരിക. ഞങ്ങൾക്കൊക്കെ നല്ല സമയമാണ് ഇപ്പൊ. നല്ലത്, വളരെ നല്ലത്. ആനത്താരയാണത്. ഓടാൻ കൂടി സ്ഥലമില്ല, അതാണ് ഏറ്റവും വലിയ കോമഡി. ഞാൻ ഒറ്റയ്ക്ക് പോയത്. ഒരു പയ്യന്റെ ഒപ്പം പോയത്. ആളെ പേര് മറന്നു പോയി. ഞാൻ പേര് മറന്നു. വാക്കി ടോക്കി ഉണ്ടായിരുന്നില്ല, ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ആരും കണ്ടില്ല ചേട്ടന്മാരെ. ഒരു ബൈക്ക് പോകുന്നില്ല, ബൈക്ക് പോകുന്നില്ലേ? ഞാൻ ശ്രദ്ധിച്ചില്ല. ബൈക്കുമ്മ ശ്രദ്ധിച്ചില്ല. എന്ത് ചൊറിയാമ്പുഴല്ലേ? കാട്ടു ചൊറിയാമ്പുഴ. കാട്ടിൽ മാത്രം കാണുന്നൊരു ഷഡ്പഥം. പുലിയായിരിക്കും നിൽക്കണ്ടാവ. ഇവിടെ ഷൂട്ടിംഗ് ഒക്കെ നടക്കാറുണ്ട് ചേച്ചി? സിനിമ ഷൂട്ടിംഗ് ഒക്കെ നടക്കുമോ? ആ മറ്റേ ഫാസിലിന്റെ പടല്ലേ? മറ്റേ പടല്ലേടാ കുഞ്ചാക്കോവിന്റെ. ഏതാ? 7000 കണ്ടീന്ന അങ്ങനെ എന്തുണ്ട്? അത് കൂടിയാ ലോർഡ് ലിവിങ്സ്റ്റൺ. അല്ല, അത് വയനാട്ടിലല്ലേ? രണ്ട് കിലോമീറ്റർ ആണെന്ന് ഇപ്പൊ തന്നെ. വാച്ച് 2 കിലോമീറ്റർ കാണിക്കണേ. ആ അവിടെ നിന്ന് തൊട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഇപ്പൊ നിന്നില്ലേ? ഞാൻ ടിക്കറ്റ് എടുത്തില്ല അവിടെ നിന്നിട്ട്. 1 കിലോമീറ്റർ ആയോ? ഓ എന്റെ വാച്ച് സെറ്റാറില്ലല്ലോ. അങ്ങനെ 1 കിലോമീറ്റർ കൂടി പോകില്ല, 1.5 കിലോമീറ്റർ കൂടി പോയിട്ട് തിരിച്ചു വരും. ഇല്ല ഇതിലല്ല, അതിലെങ്കിലും കറന്നു വരും. നമ്മള് കാട്ടിക്കൂടി കയറാന്ന്. അങ്ങനല്ലേ? കേറാം. നോക്കട്ടെ. കോൺഫിഡൻസ്. ശബരിമല കയറിയാണ് ഞാൻ കഴിഞ്ഞ ആഴ്ച. കെട്ടുകൊടുത്താ കയറിയതാ. അപ്പൊ അത്രയ്ക്കൊന്നും ഇല്ലല്ലോ ഈ ചെറിയ കാട്. കുഴഞ്ഞൊക്കെ വീഴാണെങ്കിൽ ഓ എനിക്ക് നിന്നെ പേടി. വെള്ളം കുപ്പിയോ? ഉണ്ട്. ഇവര് വെള്ളമൊക്കെ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അരുവിലത്തെ വെള്ളം. ഫുഡില്ല. കഴിച്ചല്ലേ? ഇവിടെ ഇനി ഫുഡ് എവിടെ നിന്ന് കിട്ടുക? ഭക്ഷണം കഴിക്കാൻ? അല്ല ഇവിടെ ഇപ്പൊ ഇങ്ങനെ ട്രക്കിങ്ങിന് പോണ വഴിക്ക് നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുമോ? നീ വിളിക്കണ നീ? ഇവിടെ എവിടുന്ന് ഫുഡ് കിട്ടാനാണ്? കാട്ടില് നമ്മൾ കൊണ്ടുവരുന്ന കാര്യം പറഞ്ഞേ. അത് കൊണ്ടുവരാന്ന്. പിന്നെ നിനക്ക് ബാഗിൽ എടുത്തു ഇവിടെ കഴിക്കാൻ പറ്റുമോ? കാടിന്റെ ഉള്ളിൽ നിന്നിട്ട് അവിടെ നിന്ന് മരത്തിന്റെ അവിടെ നിന്ന് കഴിക്കാലോ. എത്ര സ്ഥലമുണ്ട്? സംശയം ചോദിക്കല്ലേ? തട്ടിട്ടല്ലേ ജീവനാണ്. നീന്തറിയില്ല? ഇല്ലില്ല, കൊഴപ്പില്ല. മലമ്പൊമ്പല് കാണാറുണ്ട? തള്ള്. ഇത് കൂണ്, മറ്റേ കാട്ടുകൂൺ. കാട്ടുകൂൺ, മരക്കൂൺ. എല്ലാം കാട്ടുകൂണ. കാട്ടുപശു, കാട്ടുപോത്ത്.
ആ ചെടികളാണ് ചെടികളാണ് കാറ്റടിച്ചിട്ടടാ വെറുതെ ആന ആന ദേഹണ്ട മിണ്ടാനെന്നാ ശരിക്കും വരണ്ട. ഓരോ 5 മിനിറ്റ് നടക്കും തോറും ആനയുടെ ഉണ്ട്. അതായത് 5 മിനിറ്റ് കൂടുമ്പോൾ ആന പിണ്ടിടുന്നു. വയറിളക്കാൻ നോക്കാണെങ്കിൽ അത് പറഞ്ഞ ഒരു കറക്റ്റായിട്ട് ലൊക്കേഷൻ പറയണേ സെറ്റ് ചെയ്ത് വെച്ചാന്നൊക്കെ ഓൾറെഡി. നിഞ്ച ഇഞ്ച ഇഞ്ചപ്പുല്ല് നേട്ടുണ്ട്. ഇഞ്ചിപ്പുല്ല് എന്തെന്നാ അതെന്തിനാ ഗുണം എന്നിട്ട്? ആ നമ്മള് മറ്റേ പണ്ട് മറ്റേ ഒരു പഞ്ഞി പോലത്തെ സാധനം ഭയങ്കര തൊലിയൊക്കെ പോയി കിടക്കണല്ലോ. ആന ഇതിമേക്കൊന്നും ഒലിക്ക ചൊറിയുമ്പോടാ കൊമ്പിന് മൂർച്ച കൂട്ടാൻ മൂർച്ച കൂട്ടാനെ ഇല്ലാനി പൊടിക്കേ. അല്ല ഞാൻ കേട്ടിട്ടുണ്ട് ആന എങ്ങനെ ഉറയ്ക്കുന്നൊക്കെ. ചൊറിയുമ്പോ മാന്താൻ പറ്റില്ലല്ലോ. ആ കിളികളിലൊക്കെ സൗണ്ട് കേൾക്കണ്ട്. അതിന് ചെറിയ സൺബേർഡ്സ് ഇല്ലേ, കുരുവികള്, അതാണ്. അവിടെ എന്തോണ്ടാവോ അല്ലേ ഒരനക്കം കണ്ടു. അല്ല ആണോ? ഞാൻ എന്തോണ്ട് വിചാരിച്ചു. ഇല്ല വറക്ക് ശരിക്കും ഉണ്ടെങ്കിലോ എന്തിനാണ് വെറുതെ വള്ളി പിടിക്കണേ? ഇവനെ ഞാൻ പിടിച്ചു വലിച്ചുകൊണ്ട് വരണല്ലേ. ഇവന് അങ്ങനെ താല്പര്യമൊന്നുമില്ല. ഇവന് കൊട്ടവഞ്ചിയിൽ പോകാൻ ഇത് പറയണ നോക്കണ്ടേ ചേച്ചി? ഞാൻ വേണമെങ്കിൽ കയറി പോവും. ഇവിടെ ഒരാളുടെ കാര്യം മുതലേ ഇതെന്തിരു ഇങ്ങോട്ട് വാ, കാണിച്ചു തരാം. ഞാൻ കണ്ടു സാധനം ഇങ്ങോട്ട് പറ. നിനക്ക് അവിടെ നിന്ന് കാണില്ല. ഇങ്ങോട്ട് വാ. കണ്ടു നീർക്കാക്കനെ കണ്ടു. മുതലുണ്ട് ഇതില്. നീർനായൊക്കെ ഞങ്ങളുടെ നാട്ടിലുണ്ട്. നമ്മുടെ അവിടെ ചെറിയ കാടന്നെയാ. എന്തെങ്കിലും ഇല്ലാത്ത പറയുന്നൊക്കെ അതില്ല. അവിടെ മറ്റേ ചീങ്കണ്ണീനെ അല്ലെ മുതലേനെ കിട്ടിയിട്ടുണ്ട് കിണറ്റിന്ന്. ഞങ്ങളുടെ സ്ഥലത്തുനിന്ന്. എവിടെന്ന്? ആ ഞങ്ങളുടെ സ്ഥലത്തുനിന്ന് കിട്ടിയിട്ടുണ്ട് കിണറ്റിന്ന്. ആരെങ്കിലും കൊണ്ടിട്ടായിരിക്കും. പോടാ, അത് മറ്റേ കിണറ്റിന്ന് മുതലേനെ കിട്ടിയിട്ടുണ്ട്. എത്തിയിട്ടും തള്ളല്ല. ഉടുമ്പിനൊക്കെ കിട്ടിയിട്ട് മുതലാന്ന് പറഞ്ഞായിരിക്കും. ഏയ് നോ ജോയൽ. മലമ്പാമ്പെന്നൊക്കെ പറയണ പിന്നെയും മുതല പ്രളയത്തിന് വന്നതായിരിക്കും. വേറെ നീർക്കൊക്കെ ഗംഭീരായിട്ടിരിക്കും. ഇത് നമ്മുടെ നാട്ടിലുള്ളതല്ലല്ലോ. സാധാരണ നീർക്കൊക്കെ ഇല്ലല്ലോ. അതെല്ലേ വയലിലൊക്കെ ഉണ്ടോ? അപ്പം ഇപ്പുറത്തേക്ക് നല്ല നീർക്കൊക്കെ മതി. എടാ ഇതൊക്കെ ആരെങ്കിലും ഒന്ന് കാണുമോ? നീ എന്നെ ഇരുന്ന് കാണുമോ? എന്താ ചെയ്യണം? ഇത്ര നേരം വെള്ളത്തിന്റെ അടയ്ക്ക് വെറുതെ ജസ്റ്റ് പോ. ഇതില് പാലക്കാട് മംഗലഡാം കേട്ടിട്ടുണ്ടോ? ഇതിലെ പോവാ 9 കിലോമീറ്റർ. 9 പാലക്കാടിക്ക്? പാലക്കാടിക്കല്ല, മംഗലഡാം. 9 കിലോമീറ്റർ ഉള്ളതൊക്കെ 9 വലിയ തകച്ച് അതിൽ കുറവാണ്. ഇത് പീച്ചിയുടെ സ്രോവറല്ലേ? പീച്ചി നൽകിയ വെള്ളത്തിൽ വെള്ളം പറഞ്ഞിട്ടുണ്ട്. ഇതിന് വേറെ കൈകളൊന്നുമില്ല. ആനയുണ്ടാവും അപ്പുറത്ത്. ആന വരണ വഴിയാണ് വെള്ളം കുടിക്കാൻ. ഇപ്പൊ നട്ടുവെച്ച വലുത് ആനയ്ക്ക് പ്രാന്തല്ലേ എന്നൊക്കെ. കുടിക്കാൻ തോന്നുമ്പോഴല്ലേ കുടിക്കുക ജോയൽ. ഈ സൈഡിൽ വരിക, അത് അപ്പുറ സൈഡിലേക്ക് വരിക. ഈ സൈഡിൽ കൂടെ കണ്ടില്ല? അവിടെ ആനപ്പിണ്ടം കണ്ടില്ലേ? ആനയ്ക്ക് വരാനായിട്ട്. ഇല്ലില്ല. ആടാ പാടില്ല. ഇതിൽ 5 ആള് കൂടി ചവിട്ടിയതാ. ഒരുമിച്ച് ചവിട്ടിയതാന്നൊക്കെ. വേണ്ട പപ്പുവോ. മീനുണ്ടാ? പിന്നെ മീനില്ലാത്ത വെള്ളം എവിടെയാണ് ജോയൽ?
നോക്കി ആ മലയ്ക്ക് നോക്ക്. അതെന്നിട്ട് ആ മല നെല്ലിയാമ്പതിയാ മരുതൂർ മല. വലിയ വര, വലിയ മല വലിയ വര. വരാ ഇതുപോലെയല്ലേ? അടിപൊളിയുണ്ട്. വാ വലിയ സ്ഥലത്തൂടെ പോയി കാട്ടിപ്പൊളി. 3 കിലോമീറ്ററിൻ്റെ അടുത്തായിട്ട് 2 കിലോമീറ്റർ 48 എൻ്റെ വാച്ച് പറയണേ. എൻ്റെ പൊന്നീയ. എന്ത് വയ്യണ്ടായ നിനക്ക് വയ്യണ്ടായ? കിതക്കുണ്ടല്ലോ. മനുഷ്യന്മാരെ നമുക്ക് അങ്ങനെയല്ല, ഒരു നോർമൽ മനുഷ്യൻ കിതക്കണ പോലെയല്ല. പിന്നെ കുഴഞ്ഞു കൊണ്ട് നിങ്ങളോട് ഇട്ടത് പോയില്ലേ? അറ്റാക്ക് വരണോ നിങ്ങൾക്ക്? അറ്റാക്ക് വന്നു. ഞാനിപ്പുണ്ടോ അത് കമ്മ്യൂണിസ്റ്റ് വെച്ച കാടുകളിൽ മാത്രമല്ല നാട്ടിലുണ്ട് കമ്മ്യൂണിസ്റ്റ് വെച്ച. കാട്ടിൽ കൂടുതൽ ഔഷധം കൊണ്ടുണ്ട്. കാട്ടിലെ കമ്മ്യൂണിസ്റ്റ് വെച്ച ആനപ്പിണ്ടൊക്കെ വളം കമ്മ്യൂണിസ്റ്റ് വെച്ചാന്ന് പേരിട്ടോ തല്ലുവല്ലോ. ഇതാ വഴി. മറന്ന ഞാൻ ഇതിലല്ലോ വന്നേ. വടി വേണമെങ്കിൽ എടുത്തോട്ടാ. ആ വടി പറ്റുമോ? അത് ഓടിക്കും. അതിലിറങ്ങുമ്പോ ഇങ്ങനെ തന്നെ ഇറങ്ങാം. പക്ഷെ എനിക്ക് ഈ സൈഡൊക്കെ ആയിട്ട് കുറെ ഇറക്കുള്ള പോലെ തോന്നിണ്ട്. എന്നെ കണ്ടിട്ട് കുറച്ച് മേലെ ഇങ്ങോട്ട് എന്ന് പറഞ്ഞാണോ? ജോലി തുടർന്നു. തളരുന്നില്ല ഇങ്ങനെ. ഇപ്പൊ നീ ആരോഗ്യവാനെന്ന് എനിക്കറിയാം. ഇത് ഇരിക്കാൻ വേണ്ടി സെറ്റ് ചെയ്ത് വെച്ചിരിക്കണ ആന. ആന മറിച്ചിട്ട് പാടാ. അതാ പറഞ്ഞ ഇരിക്കാൻ വേണ്ടി വെച്ച പോലെ ഉണ്ട്. അയ്യോ വീഴലടാ, കാലുമണിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ചെരുപ്പ് റെഡിയുള്ള ഷൂട്ടാ. ചേച്ചി ഇവിടെ വെച്ച് എങ്ങനെ കാലോടിച്ചു എന്ന് വിചാരിക്കുക. അപ്പൊ എങ്ങനെ കൊണ്ടുപോവാ? ഭേദമായിട്ട് പോകാൻ പറ്റുള്ളൂ. അതെ, വണ്ടി കിടക്കും ഇങ്ങോട്ട്. റോഡ് കണ്ടില്ലേ? അത് പിടിക്കോക്കെ. ആ സൈഡ് വരെ മറ്റേ പൊത്തിയെടുത്ത് കൊണ്ടുപോകുന്നല്ലേ. അങ്ങോട്ട് കൊണ്ടുപോകും. ആ ഏറുമാട സെറ്റപ്പ് ഒന്നും ഇല്ലല്ലോ അവിടെ ഉണ്ടോ? നല്ലതായിരുന്നു. ഒരു 4 വർഷം മുന്നേ ഉണ്ടായിരുന്നു. പൊളിച്ചു കളഞ്ഞോ? അതുകൊണ്ട് കേറില്ല. അത് ക്യാൻസലാക്കി. എന്തായാലും ഞാൻ അവരോട് പറഞ്ഞതിൽ കയറാഞ്ഞു. വേണ്ടായിരുന്നു. ബേഡ് സൗണ്ട് ഉണ്ടാക്കണ അർത്ഥം കടുവ വരുന്നല്ലേ? പോടാ, അവർക്ക് തോന്നുമ്പോ അവർക്ക് സൗണ്ട് ഉണ്ടാക്കും. കടുവ വരണതല്ലേ. അയ്യോ ഇറങ്ങുന്ന സമയം രാവിലെ എന്താ പണി. നടക്ക ഹൈറ്റ് കൂടുതലായതുകൊണ്ടേ ജീവിതത്തിൽ നടക്കാത്ത ആളുകളാട്ടോ ഞങ്ങള്. അതൊക്കെ നടക്ക് ചേച്ചി. ആള് പോണോക്കി എന്തിട്ടത് ബാക്കിയുള്ളവരും കൂടി പരിഗണിക്കുക ചേച്ചി. അയ്യോ നീ നടക്ക്. ഞാൻ വീഡിയോ എടുക്കലടാ. വീഡിയോ എടുക്കാൻ തന്നെയാണോ? പറ്റുണ്ടോ അതൊക്കെ? അയ്യോ ഒരു വടി. എടാ നീ വടി കളഞ്ഞോ നിന്റെ? കളഞ്ഞു. ശേ ആന വന്ന് ആനോട് എന്നിട്ടും ചെയ്തോട്ടപ്പോ കുളം പറഞ്ഞു. ആന വന്നു ഞാൻ ഇനി ഓടാൻ നിൽക്കുന്നില്ല. അതെ, ഫോൺ വിളിക്കാനും പറ്റില്ല. ലാസ്റ്റത്തെ വാക്ക് ജയ് ഹിന്ദ് എന്ന് പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. ആന അടിക്കാൻ മടിയൊക്കെ എടുത്തിട്ടുണ്ട്.
പക്ഷി നിരീക്ഷണത്തിന് പ്രായ ആൾക്കാരായിരുന്നാ പക്ഷി നിരീക്ഷണം വരല്ലേ എന്ത് ഇതൊന്നും പറയാം യൂക്കാലിപ്സ് ഇറക്കണ്ടല്ലോ ഇരുമുള്ള ഇത് ആന ഉറക്കുന്നു തോന്നുന്നല്ലേ എന്നതിനാ എന്തിനാ വെട്ടണ അങ്ങനെ ഓ എന്തൊരു വെള്ളം വീണ്ടില്ല മോളിൽ നിന്ന് വീണ്ടില്ല അവിടേക്ക് പോണം നമ്മള് കുഴപ്പമില്ലല്ലേ അങ്ങനെയല്ല ഉദ്ദേശിച്ചേ വീണനെ ലൈറ്റ് എങ്ങനെ ഉണ്ടാ ഫോട്ടോസ് എടുക്കാൻ പറ്റുമോ ഫോട്ടോസൊക്കെ എടുക്കാം വെച്ചെടുക്കാം അയ്യോ ഒരു പ്രത്യേക റിക്വസ്റ്റാ ഗ്രിപ്പ് ഇടില്ലടാ നോക്കിക്കോ വഴുക്കുണ്ടോ വഴുക്കിൻ്റെ അല്ല കാല് തെറ്റി പോണു ചേച്ചിക്ക് തിരക്കുണ്ടോ തിരക്കുണ്ടോന്ന് പോയിട്ട് നമുക്ക് നേരത്തെ കാട് ഇറങ്ങണം. ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ഈ നേരത്തൊന്നും കാട് കയറ്റിക്കില്ലെന്ന് പറഞ്ഞില്ലേ. ഒരു സെക്കൻഡ് സെറ്റാണോ ഇങ്ങനെ കിട്ടുള്ളൂ ഫോട്ടോ എങ്ങനെ അത് എങ്ങനെയും എടുക്ക് വാ ഓ ആ എന്താണ് വിഷയം നേരത്തെ കടറങ്ങണം ചേച്ചിക്ക് 3 മണിയാകുമ്പോൾ പോകണ്ടേ എന്നാ 4 മണിക്ക് കടറങ്ങിയാൽ മതിയോ 4 മണിക്ക് കടറങ്ങിയാൽ മതിയോ ആ കാടല്ലേ ചിലപ്പം മൃഗങ്ങളൊക്കെ വെള്ളം കുടിക്കാനൊക്കെ ഇറങ്ങില്ലേ. എന്താ പറഞ്ഞു വാ പോ എനിക്ക് പേടിയൊന്നുമില്ല പേടിക്കേണ്ട ആവശ്യമില്ല. സംഭവം അതുണ്ടെങ്കിൽ തന്നെ നമ്മുടെ സ്മെല്ലില്ലേ അവർക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യല്ലോ. അപ്പൊ അവരെന്തായാലും വരും കിട്ടില്ലേ നല്ലതൊന്നും വാങ്ങി വരും. നല്ലതല്ല മൃഗങ്ങൾ വരണത് ഇവന് വീഡിയോ എടുക്കാന്നുള്ളൊരു ഇത് ചിന്ത മാത്രം ആ നമുക്ക് അങ്ങനെയല്ല അതല്ലേ ആ ഞാൻ പിന്നിലുള്ള നോക്കിയോളൂട്ടാ കയറിക്കോട്ടോ. ഒരാൾ പിഞ്ചിലില്ലെങ്കിൽ കോൾ ആംബുലൻസ് ആ വഴിനെ കയറുവരായിരുന്നു അല്ലേ അതല്ലേ പക്ഷെ പാറ വഴുക്കലല്ലേ വെള്ളമില്ലാത്തപ്പോ ഞങ്ങളതിലിറങ്ങി പിള്ളേരെ നിർത്തില്ല നിർത്തരാട്ടാ. നല്ല സെറ്റപ്പാണ് വീഡിയോ എടുക്കണതല്ല ഈ ഇതില്ലേ എൻ്റെ നോക്കുന്നത് ഇതും അല്ല അങ്ങനല്ല അതിരിക്കണൊക്കെ അല്ല കാണിച്ചത് ഇത് മുറിവ് കൂടിയാണ്. അതെ എന്തൊരു ഗുണം നമ്മളത് കാട്ടിൽ വെച്ചിട്ട് മുറിവൊക്കെ വെച്ചില്ലേ അത് ഈ സാധനം കഴിയും. ഇതെങ്ങനെ മുറിച്ചട്ടാ പൊട്ടിച്ചട്ടാ ആ പൊടിച്ചു കഴിഞ്ഞാൽ അത് ചാറ് വരില്ല. നമ്മൾ സാധാരണ ഇങ്ങനെ പൊടിക്കും വേണ്ട ചാറല്ല വരുന്നത് ചാറ് വരില്ല. എന്തിട്ട് ചെയ്യണ്ടേ മുറിവിലേക്കാണോ ആ മുറിവില് വേണ്ട പൊടിയല്ല വരുന്നത് വേണ്ട ഈ പൊടിയാണ്. നമ്മൾ എത്ര സ്റ്റിച്ചിടേണ്ട മുറിയാണെങ്കിലും സെറ്റ് ആവുന്നു കുറച്ചിറക്കിയാൽ നമുക്ക് നന്നായിരിക്കും. അങ്ങോട്ട് വേണമെങ്കിൽ പൊക്കോ ഡോക്ടർമാർക്ക് കൊടുക്കാൻ കുറച്ച് ഫോട്ടോ എടുക്കണ ഇത് അപ്പൊ തന്നെ പറ്റണത് കേട്ടാ. നമ്മൾ മറ്റേതൊക്കെ ഇങ്ങനെ കമ്മ്യൂണിസ്റ്റ് വെച്ചാണെങ്കിൽ കൂടി നമുക്ക് അതിൽ ചാറ് വരില്ലേ ഷർട്ടിന് കൊടുക്കണ്ടാല്ലേ കൊടുക്കലാല്ലേ വിയർത്തു ഇനിയിപ്പോ സ്കൂൾ പിള്ളേര് ഡ്രസ് ഇട്ടാല് ചേച്ചി വരെ കളിയാക്കണ തന്നെ അല്ല ഇപ്പൊക്കെ പിള്ളേരിങ്ങനല്ലേ. കുറച്ച് മൂത്തതാ അത്യാവശ്യം പ്രായമുണ്ട് 50 വയസ്സായി 34. എടാ ഇങ്ങനെ എടുക്കാൻ പറ്റില്ലേ
ഇങ്ങനെ എടുക്കാൻ പറ്റില്ലേ? തിരിക്കാൻ പറ്റില്ല ഇത്? നിനക്ക് വേണ്ടി ഞാൻ തിരിച്ചിരിക്കുന്നു. ഓ, ഞാൻ മറ്റേ ഇതിൻ്റെ മുകളിൽ കയറിക്കണോ? ആ ഉണ്ടായിരുന്നു. 2-3 ദിവസം നല്ല മഴ. ഇവിടെ എന്തിനൊക്കെ കണ്ടിട്ടില്ലേ നിങ്ങള്? ആന, കാട്ടുപോത്ത്, പന്നിയാ? കാട്ടുപന്നിയാ? അല്ല ചേച്ചിയുടെ കാര്യമല്ല പറഞ്ഞു, ഞാൻ എന്റെ കാര്യം പറഞ്ഞു. ഞായറാഴ്ച അവന് ഡ്യൂട്ടിക്ക് പോകണം, എനിക്ക് ഡ്യൂട്ടി ഒന്നും ഇല്ല. ഞാൻ ജോലിക്ക് പോവും. ഇവൻ ജോലിക്ക് പോവില്ല. ഞാൻ ഇൻഷുറൻസ് ഓഫീസറാ, മാനേജർ. ചേച്ചിനെ ഇൻഷുറൻസ് ഏജന്റ് ആക്കിയല്ലോ എൻ്റെ. അതാക്കിക്കോ. ഞാൻ പറഞ്ഞില്ല ഇവര് ഇവിടെ നിന്ന് കുടിക്കാന്ന്. ആ വെള്ളം ഒപ്പിടുത്തില്ല അവിടെ നിന്ന്? അത് ചേച്ചിയിലല്ലേ? അല്ലല്ലോ, ഞാൻ എൻ്റെ ഉണ്ട്. ഉണ്ടാ? ആ, നീ ഇത്ര വെള്ളം കുറച്ച് വേണ്ട. നല്ല വെള്ളം കൊടുത്തേ. വെള്ളം നല്ലതാണെന്നറിയാം എനിക്ക് എടുക്കാൻ. മിനറൽസ് ഭയങ്കര കൂടുതലാ. അത് നീ കുടിച്ചു. നീ എടുക്ക, ഞാൻ കുടിച്ചോളാം. ധൈര്യമുണ്ട് വെള്ളം കുറച്ച്. ആന മൂത്രമൊഴിക്കുന്നോ? ഇത് വന്ന് നിറയ്ക്കണതാണോ? ചേച്ചി ഇതിലും കൂടി നിറച്ചോടത്തോളാ. എന്താ ആര്യ കാടിനെയാ? എന്റെ പൊന്നെ, ഒന്നും പറയല. ഞാൻ ഒന്നും കളിയാക്കിയിട്ടൊന്നുമില്ല. എന്തിനാ പറഞ്ഞ? അല്ല, ആ മൊത്തം കുടിച്ചു. ഞാൻ എന്ത് പറഞ്ഞു? നിങ്ങൾ കളിയാക്കിന്നോ? പോ ചേച്ചി. എന്നിട്ട് അവസാനം വരുന്നത് പറ്റട്ടെ. എന്നാണെങ്കിലും പറ്റുന്നത് എന്തുവാടേ ഗൈഡ്? ഞാൻ പറയട്ടെ, കംപ്ലൈന്റ് കൊടുക്കാം നമുക്ക് വേണ്ടി. നെഗറ്റീവ് അടിപ്പിച്ചു നമ്മളെ. പിന്നെ എന്ത് കളിയാക്കി? എന്ത് കുറ്റം? ഒരു കുറ്റം പറയില്ല. ആന വരുന്നില്ല എന്നൊക്കെയാ പറയുള്ളൂ. മഴ പെയ്യണ്ട? മഴയല്ലത്, ഇത് കണ്ണീരാ കാടിന്റെ. നീ പറഞ്ഞ കരച്ചില്ലടാ. ഞാൻ കളിയാക്കിയിട്ടില്ലല്ലോ ചേച്ചി. ഇവ കളിയാക്കിയിട്ടില്ല, ഞാൻ പറയണില്ല. പെറ്റാച്ച രണ്ടുപേർക്ക് ഒരുമിച്ച് വരട്ടെ, കുഴപ്പമില്ല. എനിക്ക് വയ്യ ഒറ്റയ്ക്ക് പോവാൻ. ചേച്ചി ഒരു ഹൊറർ കോമഡി പറഞ്ഞാ? ആ, ഡാർക്ക് കോമഡി. ഇതിന്റെ ഉള്ളിലേക്കാ ഞാൻ പടം കണ്ടിട്ടില്ല. കാർബൺ അല്ലേ? കാർബൺ. ചേച്ചി ഇവിടെ നിന്ന് പടം കണ്ടു. ഫുള്ള് കഥ അറിയാം. ഓ, ഇഷ്ടല്ല. അവര് ആരടുപ്പിക്കണമെന്നുണ്ടായിരുന്നില്ല. ആ, അങ്ങനെ ഞാൻ ഇവിടെ വന്നിരുന്ന് നിൽക്കായിരുന്നു. സിനിമ മൊത്തം കാണാമല്ലോ. ടിക്കറ്റ് എടുത്ത് എന്തിനാ പോണേ? അത്രേ ഉള്ളൂ അല്ലേ? ആ, കാടേ ക്ഷമിക്കൂ, ഇന്ന് ഞാൻ കീഴടക്കുന്നു. ഇതുകൂടെ ചേച്ചി പോണ വഴി സേഫ്, നീ പോണത് സേഫ് അല്ല. ഞാൻ കറക്റ്റ് വഴി പോകും. കേറ് കിതച്ച് നിൽക്കവിടെ. ചെരുപ്പ് നനഞ്ഞ്. ഏത് നേരത്താണ് ഈ ബാഗ് എടുക്കാൻ പോയി? എന്താ വെയിറ്റ് ഉണ്ടാ? ഡയറി എടുക്കണ്ടെണ്ണം. ആ, പിന്നെ വെള്ളം കുപ്പിയുടെ വെയിറ്റ്. ഇനി എത്ര കിലോമീറ്റർ ഉണ്ട് ചേച്ചി ഇറങ്ങാൻ? നമ്മൾ എത്ര കിലോമീറ്റർ കവർ ചെയ്തു ഇതുവരെ? 2 കിലോമീറ്റർ കവർ ചെയ്തു. ഇനി 3 കിലോമീറ്റർ ഇറങ്ങാൻ. 2 കിലോമീറ്റർ നേരത്തെ പറഞ്ഞ ചേച്ചി. ഏത് നേരത്താണോ? വാച്ചിന് 4 കിലോമീറ്ററായി. വാച്ച് കളയി കോപ്പ്.
സമയായി മനുഷ്യ ഭ്രാന്തായി. മാപ്പിടെ ആയിരുന്നു അത് നല്ലത്. ഷോർട്ട് കട്ട് പിടിക്കാൻ ചേച്ചി. ഏതി കൂടെ കഴിക്കുന്ന നല്ലതല്ലേ? എൻ്റെ പിന്നെ വേണ്ട, 300 പൈസ ചിലവാക്കിയല്ലേ, നടക്കാം. ഒരുപാട് സ്പീഡ് കുറയ്ക്കണ്ട, അല്ലാതൊരു നമുക്ക് കുഴപ്പമില്ല, നടക്കും എന്നുള്ളൊരിതില്ലേ. ആ നടന്ന് കതച്ചു. ഇതൊക്കെ ഇറക്കായിരുന്നു തന്നെ. എന്ത് ആള് നമ്മ പറഞ്ഞില്ലേ പണിയെടുക്കാത്തവരോന്ന് വിചാരിച്ചിട്ടേ കയറ്റം കയറ്റിച്ചാ. ഇത് നേരത്താണോ? തിരിച്ചു വരുമ്പോ ഇത് ഇറക്കായിരുന്നു. അതെ അതെ. കുറച്ച് നടക്കണം, എന്തായാലും റെഡി ആവില്ല. ഹാർട്ട് ബീറ്റൊക്കെ 160 നടക്കാൻ പോണ്ട്, ശരിയാവില്ല. എവിടെ അടയ്ക്കാ കുരുവി. മറ്റാ 7 മണിക്കൂർ ട്രക്കിങ്ങിനാണോ? അപ്പൊ പിന്നെ എന്തായാലും കൊണ്ടുപോവാം എന്തൊക്കെയായിട്ട്. അതാ പ്രശ്നം, അവന്മാർ കയറി പോവും, നമ്മൾ ഇങ്ങനെ നടക്കും. ഞാൻ എന്തായാലും ആഴ്ച ദിവസം ട്രക്കിങ്ങിന് വരാൻ ഉദ്ദേശിക്കുന്നത്. ആ ഇവൻ ചെയ്യും. ഇവന് പ്രത്യേകിച്ച് പരിപാടി ഒന്നുമില്ലേ. ഇപ്പൊ ഒരാഴ്ച പോയി കിടന്നുറങ്ങിയാലും കുഴപ്പമില്ല. ഈ ജോലികളതാ. മൈക്കില്ലോ? അപ്പൊ മൈക്കുണ്ട്. ഏഴ് മണിക്കൂർ ട്രക്കിംഗ് എന്നാ ഉദ്ദേശിച്ചേ? അതെങ്ങനെയാ? അയ്യോ 7 മണിക്കൂറല്ലേ? എത്ര മണിക്ക്? 1 മണിക്കൂറായിട്ടുള്ളൂടാ. രാവിലെ 7 മണിക്ക് കയറണം. ആ ഇറങ്ങും. ഭക്ഷണമൊക്കെ ഉണ്ടാവും അതിനിടയ്ക്ക്, ആൾക്കാരും ഉണ്ടാവും. ഫുഡ് എന്നൊരു ബിരിയാണി ചോറായിരിക്കും ചിലപ്പോ. നോണ്ടോ? പറയണ പോലെ തോന്നുന്നു. അത് അത്ര ഫുഡിന്റെ അത്ര അറിയില്ല കേട്ടോ. പരിപ്പ് കറിയും ചോറും. സാമ്പാർ മതി, ഏതായാലും മതി. സാമ്പാർ ഇഷ്ടം. ആ പിന്നെ കുഴപ്പമില്ല. നോണൊന്നും അങ്ങനെ തരില്ല, കാരണം ട്രക്കിങ്ങിനൊക്കെ കയറുമ്പോൾ നോണ കഴിക്കണ്ടത്. അത് പച്ചക്കറിയല്ലേ കഴിക്കണ്ടത്. വയറ് സീനായിട്ട് തിരിച്ചിറങ്ങാം. അവിടെ മണ്ട നോൺ കഴിച്ച് വയർ സീനാവും. നിന്റെ അടുത്ത് ആരാ പറഞ്ഞേ? ചില സ്ഥലങ്ങളിലൊക്കെ കഴിച്ച സീനാവും. രാവിലെ 7 മണിക്ക് 8 മണിക്ക് ആകുമ്പോഴേക്കും നോൺ കഴിക്കാം. ഞാൻ കഴിക്കാം നോൺ. ശരിക്കും അപ്പോഴാണ് കഴിക്കണ്ടത്, രാവിലെ അല്ലേ കഴിക്കണ്ടത്. രാവിലെ കഴിക്കണ്ട നോൺ. ആ പുലർച്ചെ 7 മണിക്ക് കഴിഞ്ഞിട്ട് 6 മണിക്ക് അപ്പോഴാണ് കഴിക്കണ്ട നോൺ. കഴിച്ചോ? ഞാൻ കഴിക്കില്ല. ഷുഗർ സ്പൈക്ക് ഉണ്ടാവും. അല്ലെങ്കിൽ നമ്മൾ മറ്റേ കഴിച്ച് അരി ഭക്ഷണം കഴിച്ചാ തെറ്റായ ധാരണയാ അരി ഭക്ഷണം രാവിലെ കഴിക്കണം എന്നുള്ളത്. ആദ്യൊരു 2-3 മുട്ടയൊക്കെ കഴിക്കുക രാവിലെ. എന്നിട്ട് ഉച്ചക്ക് അല്ല കുറച്ചേരം കഴിയുമ്പോൾ ആണെങ്കിൽ എന്നാ വന്നവരൊക്കെ അവിടെ ഊഞ്ഞാലാടി ഇരിക്കുക. ഒരു പ്രത്യേകിച്ച് ഒരു കാര്യം ചെയ്യാണ്ട് നമ്മളെ കൂടെ അധ്വാനിച്ചിട്ടാ. എവിടെയും പോയി പറയാനും പറ്റില്ല. ട്രക്കിങ്ങിന് പോയിട്ട് വയ്യാണ്ടായിന്ന് പറയാനും പറ്റില്ല. നിന്നോട് ആര് പറഞ്ഞു ചോദിക്കില്ലേ? ഇങ്ങനെ പോയി വയ്യാത്ത കാരണം നാളെ ലീവ് വേണം. അല്ല നമ്മൾ സൈലൻ്റായിപ്പോ കാട് സൈലൻ്റായി. ഈ സൗണ്ടൊക്കെ കേട്ട് ഞാനല്ലേ മറ്റേ ഓടി കിട്ടാളെ വേണ്ട. ഏതെങ്കിലുമൊക്കെ കോടായിരിക്കും.
ആ പിന്നിലുള്ളവരല്ല ആദ്യം പുലി പിടിക്കുക. അപ്പോളാ ഞാൻ ഇവിടെ നടി കിടക്കണേ. സിനിമയിലൊക്കെ അങ്ങനെയാ, മുന്നിൽ പോണവര് പിന്നിൽ പോണവര് പിടിക്കുക, പിന്നിൽ പോണവരെ പിടിക്കുക. ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ജോലിനെ കാണാനില്ല. എന്റെ ഇറച്ചി മുറ്റാന്ന് പറയും ഞാൻ. നിന്റെ മുറ്റല്ല നേള ഇറച്ചി എന്ന് പറയും. എന്നെ പിടിച്ചില്ല, ഇവനും കൂടി പിടിക്ക്. ചേച്ചി ഇടയ്ക്കിടയ്ക്ക് തിരിഞ്ഞു നോക്കിക്കോളോ, സംസാരം ഒന്നും കേട്ടില്ലെങ്കിൽ. ചേച്ചി ഇങ്ങനെ ഫ്ലോയിൽ പോവും. ആ സ്ഥലത്തി വാ. ഇനി എന്തായിരുന്നുണ്ട്? അവന് വയ്യ. നിനക്ക് വയ്യായില്ലല്ലോ. ഏയ് നടന്നു. അവന് വയ്യാണ്ടായി, അവൻ നടക്കാറൊന്നുമില്ല. അധ്വാനിക്കാറുമില്ല. എന്റെ പൊന്നെ അഭിഷേകനോട് നല്ല പിടിച്ച് അതാ പറഞ്ഞ എന്തായാലും അട്ടയല്ലേ. തേരട്ട ഇതും പിടിക്കണം കേട്ടോ, അധികം സീന. നീ പിടിച്ച് കഴിഞ്ഞാൽ അടിയെത്തും. വെറൈറ്റി തരട്ട. നമ്മുടെ നാട്ടിലുള്ള തരട്ട ചെറുതല്ലേ? അത് എനിക്ക് തോന്നുന്ന ചുമപ്പ് വലുതായിട്ടാ തോന്നുന്നു ഇതാവണേ. നമ്മൾ വലുതാവാൻ അവസരം കൊടുക്കണ്ട തോന്നുന്നുണ്ട്. കാപ്പി കളർ ഉണ്ട്, ശരിയാ. ചോന്നതുണ്ട്. മൈക്കില്ലേ? ഉണ്ട്. നീ പോയാലും മൈക്കിനെ കൈ വിടില്ലേ? ഒരു പറ ചോറിനാൻ വീട്ടിൽ പോയിട്ട്. അല്ല, എനിക്ക് ഇവിടെ കഴിച്ചിട്ട് ഞാൻ പോകുള്ളൂ. എനിക്ക് വല്ലതും കഴിക്കണം ഇവിടുന്ന്. 173 ഇഷ്ട. നീ ഇപ്പം ഇറങ്ങാ വീട്ടിലേക്ക് പോയാ? ഹാർട്ട് ബീറ്റ് 173. ആരുടെ നിൻ്റെ? എത്രയായാലും ചാവുക? 173 വരാൻ പാടില്ല. ചേച്ചി കേൾക്കണ്ട? 173 വില വന്നു കഴിഞ്ഞാൽ ചാവാൻ സാധ്യത ഉണ്ടെന്ന്. അല്ല 190, 220 മൈനസ് വയസ്സാണ്. അപ്പോൾ 190 വരെ മാക്സിമം. 173 എത്തിയിട്ടുണ്ട്. ഇനി 1 കിലോമീറ്റർ നടക്കുമ്പോഴേക്കും 190 ആവും. അങ്ങനെയൊന്നും ആവില്ല. അയ്യോ, എനിക്ക് അറ്റാക്ക് വരില്ലേ? ഇതൊക്കെ ഒരു തമാശ, ഒരു എന്താ പറയാ, ഒരു ബ്ലാക്ക് ഹ്യൂമർ ആയിട്ട് കണ്ടാൽ മതി. അതെ. കിണക്കപ്പാറ. ജീപ്പ് പോണോ? ട്രക്ക് പാത്ത് തന്നെയാണല്ലേ? അതികൂടെ പോണതിൻ്റെ അവിടെ എന്തൊരു സ്പെഷ്യല്? ഓ കയറ്റം വേണ്ട 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 വേണ്ട. ഞങ്ങൾ ഇനി ഇന്നും എല്ലാ ആഴ്ച നടക്കാൻ വരും. അവിടെ നടന്നൊരു കാര്യമില്ല. അവിടെ നടന്നു കഴിഞ്ഞാൽ ഇവിടെ നടന്നാൽ കൂടുതൽ എക്സസൈസ് ആവുള്ളൂ. നിങ്ങൾ എത്ര പേരുണ്ട്? 30 പേരാ. ലീവൊക്കെ എങ്ങനെയാ? ഇൻഫോം ചെയ്തിട്ട് എടുക്കാല്ലേ? സൺഡേ ആൾക്കാർ കൂടുതലല്ലേ അവിടെ? മെയിൽ വേന കാരണം ആനനെ പ്രതീക്ഷിക്കാൻ പോലും പറ്റണില്ല. നീ ഒന്ന് പോയേ. കയറിയപ്പോൾ തൊട്ട് തുടങ്ങിയത് ആനയുടെ കേസ്. എനിക്ക് ആനയല്ല, എനിക്ക് അവിടെ എത്തണമാണ് ലക്ഷ്യം. ഇത് മറ്റേ പുലിമുരുകനിൽ മറ്റേ കടുവ വരണ സാധനല്ലേ, പുലി വരണതില്ലേ, ആ ഗുഹ പോലെ ഉണ്ട് അത്യാവശ്യം. പുലിഗുഹ ഉണ്ടോ? എന്റെ പൊന്നെ വേണ്ട. വിചാരിച്ചു വരും. അയ്യോ, കരടിയുണ്ടോ അവിടെ? കരടിയുണ്ടോ? ഇല്ലാത്ത ഒന്നുമില്ല, പക്ഷെ ആരും ഇതിനെ കണ്ടിട്ടില്ല. അതാണ് കോമഡി. നിങ്ങൾ ദുബായ് കണ്ടിട്ടുണ്ടോ ആ സാധനം പോലെ? ദുബായില്ലേ ആ സാധനം?
അവരൊക്കെ ഒട്ടുമിക്ക സാധനങ്ങളും കണ്ടിട്ടുണ്ട്. ആരെങ്കിലും പിടിച്ചിട്ടുണ്ടോ അങ്ങനെ? സൈലന്റ് പ്ലെയിൻ പോണതാ. എന്റെ പൊന്നെ, സൈലന്റ്. പേടിച്ചില്ല നിങ്ങൾ ഒരു മിനിറ്റ്? ഇല്ലില്ല, ഞാൻ പേടിച്ചൊന്നുമില്ല. എന്തെങ്കിലും മണ്ടത്തരാന്ന് എനിക്കറിയായിരുന്നു. ഞാൻ കിളിച്ചടക്കണമെന്ന് വിചാരിച്ചു. സൗണ്ട് കേട്ടോ നിർത്തി. മോരള്ള സൗണ്ട്. ഇതും കിട്ടുക മരം ശരിക്കും കാട് വേറെ സൗണ്ട് കേട്ടോ. അത് ഇതല്ല ഈ ഏരിയ തിരിച്ചെത്തിയേക്കണോ ഇവിടെ എവർഗ്രീനാണത്. ഒരു മഴയും കൂടി പെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമായിരിക്കും. നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്ര ദൂരമുണ്ട്? ഇടയ്ക്കിടയ്ക്ക് ചോദിക്കണ്ടില്ല. അവന്റെ വാച്ച് കംപ്ലൈന്റ് അവന്റെ വാച്ചില് 1/2 കിലോമീറ്റർ കിടക്കുമ്പോൾ 1 കിലോമീറ്റർ ആയിട്ട് കണക്ക് കൂട്ടുണ്ട്. ആ, അതുകൊണ്ടാണ് അവൻ നേരത്തെ 12 കിലോമീറ്റർ എന്ന് പറഞ്ഞത് അവിടെ വന്നിട്ട്. ഓടാ. അതെ, വോയിസിന് ഈ റൗണ്ട് തന്നെ തിരിച്ചു പോകുമ്പോ 12 കിലോമീറ്റർ ആവില്ലേ? എന്നെ നടത്തിച്ചിട്ട് നിനക്ക് ഇതെന്തായാലും 5 കിലോമീറ്റർ ഉണ്ടല്ലോ. തിരിച്ച് ഇതേപോലെ അങ്ങോട്ട് നടക്കണേ 5 കിലോമീറ്റർ 10 കിലോമീറ്റർ ആയില്ലേ? എന്താണെങ്കിലും നമ്മൾ ഇതിലെ താഴ്ത്തിക്ക് ഇറങ്ങുന്നത് കുഴപ്പമില്ല. ഇപ്പൊ ഒരു തണുപ്പ് വന്ന് തുടങ്ങി മേത്ത്. ഇവിടെ നല്ല സ്ഥലമാണേ, മറ്റേ ചൂടിലധികം. ഭയങ്കര ഇഷ്ടമായി. ഇങ്ങനെ സ്ഥലം വേണം ചേച്ചി. ഇങ്ങനെ സ്ഥലം വെച്ചാലേ കുറച്ച് കാറ്റൊക്കെ ഉണ്ട്. എന്ത് നിങ്ങള് പള്ളിയില് അല്ലേ? ഈ പള്ളിയിലൊക്കെ നമ്മള് കുന്തിരിക്കാൻ വായിക്കുന്നുണ്ട്. കുന്തിരിക്കുന്ന പറഞ്ഞവരപ്പോ തെള്ളി പറയാ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കുന്തിരിക്ക. പശ പോലെ പോണം. നിങ്ങൾ മാന്തിട്ടോ പൊട്ടിച്ചോ? അത് വെട്ടിവെച്ച പശ കിട്ടണ്ടേ നമുക്ക്? അതെ, ഇത് ഇവിടുത്തെ പശയൊക്കെ എടുക്കാൻ പറ്റുമോ? ഇതൊക്കെ എടുക്കാം. ഇതെന്നതിന് ഇതന്നെ പുകയ്ക്കാനായിട്ടാ കുന്തിരിക്ക. ഇങ്ങനെ കണ്ട ഇങ്ങനെ വീടിയെടുത്താൽ മതി. തട്ടേക്ക് ഉണ്ടാവും അതിൻ്റെ ഉള്ളിൽ. അയ്യോ, സ്മെല്ലോ. ഇതവിടെ വിൽക്കണ്ടല്ലോ, മറ്റേ സൈഡില് എഴുതി വെച്ചിട്ടുണ്ടല്ലോ. അതായിരിക്കും ചിലപ്പോ. നിനക്കുണ്ടോ സ്മെല്ല്? സ്മെല്ലുണ്ട്, നല്ല സ്മെല്ലാ. കാര്യമായിട്ട് നല്ല സ്മെല്ലാ. മണത്തോക്ക് നല്ല സ്മെല്ലാ. അത് മറ്റേ കൈമാക്കിയിട്ട് ചെയ്ത് നോക്ക് കുറച്ച് ഇതായിട്ട്. കൊറോണ ഒന്നുണ്ടോ എനിക്ക്? നല്ല സ്മെല്ലുണ്ട്. കൊതുകിനൊക്കെ യൂസ്. അതതിനെ മര്യാദയ്ക്ക് ഉണങ്ങിയിട്ടില്ല. വരുന്നുണ്ട്. തിരിഞ്ഞു നോക്കിയുള്ളടക്കേ. എത്തിച്ചിട്ടുണ്ട്. ഭീകരമായ കാടുണ്ട്. അല്ലെങ്കിൽ പറഞ്ഞാൽ മതി അവിടെ പോയിട്ട്. ഒറ്റയ്ക്ക് പോയാ ഞാൻ ചുമ്മാ ഒന്ന് കാട് കാണാറിയതാന്ന് പറഞ്ഞാൽ മതി. ആരും ഉണ്ടായിരുന്നില്ല എൻ്റെ കൂടെ. അവിടെ മറ്റേ ലിസ്റ്റിലൊക്കെ പോയിട്ട് പേരൊക്കെ പോയിട്ടുണ്ട്. നമ്മളിവിടേക്ക് വന്നിരുന്ന ആർക്കും അറിയില്ലല്ലേ. ഒരു മിനിറ്റ്, ഒറ്റ മിനിറ്റ്. അയ്യോ, ഹൊറർ സിനിമ ഒക്കെ എടുക്കായിരുന്നു. മറ്റേ ശരിക്കും ഈ ഫോണിൽ നടന്നോ? 3 മണിയല്ലേ? ടൈം പോയി അറിഞ്ഞില്ല കേട്ടോ. ആ, 3 മണിക്കൂറായിട്ടുള്ളൂ അല്ലേ? 1.5 മണിക്കൂറായിട്ട്. 1.5 മണിക്കൂർ. ശരിക്കും എത്ര മണിക്കൂർ? അത് 3 മണിക്കൂർ ട്രക്കിംഗ്. ഉച്ചയ്ക്ക് ശേഷം നമുക്ക് 3 മണിക്കൂർ കിട്ടില്ല. അതെ, ആ നന്നായി എന്തായാലും ഉച്ചയ്ക്ക് ശേഷം. അതല്ല, പിന്നെ എന്താണെന്നറിയോ, നമ്മൾ രാവിലെ വരണതാണ് അതിന്റെ ഒരു ബ്യൂട്ടി, എനർജി. എത്ര മണി തുടങ്ങും? 8 മണിയായിട്ട് സ്റ്റാർട്ട്. ടിക്കറ്റിലുണ്ടല്ലോ സമയം. 6 മണി സ്റ്റാർട്ട് ചെയ്യും. 6 മണിക്ക് കാട് കുഴപ്പം വേണ്ടേ? മൃഗങ്ങളെ കാണണമെന്ന് നിങ്ങളെല്ലാം പറയണം. എന്നിട്ട് ഒന്നും കാണിക്കും. നേരത്തെ വരുമെന്ന് പറയണം. എത്ര മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന പറഞ്ഞേ? 8 മണിക്ക്. 8 മണിക്ക് ഒരു സമയമല്ല പറയാൻ. ഒരു 5 മണിക്കൊക്കെ സ്റ്റാർട്ട് ചെയ്യണം. ഇവരൊക്കെ മരം വെട്ടിട്ടിരിക്കുക ഇരിക്കാൻ വേണ്ടിട്ട്.
ആന ഇതൊക്കെ മറച്ചിടാൻ പറ്റും ഇഷ്ടേ. ചേച്ചി ഇപ്പൊ കിടന്ന പോലെ ഞങ്ങൾ കിടക്കണ. അതെ വരുന്നുണ്ടേ. ഞാൻ വേറെ രീതിയിൽ ഇത് പിടിച്ചെന്ന് കുറച്ച് അത്ലറ്റിക്കാ. ആ പന്ത് വന്നപ്പോ എങ്ങനെയാ വന്ന ഇതിലെന്നല്ലേ ചാടി വന്ന? എനിക്ക് ഓർമ്മയില്ല. ഇപ്പം വന്നിട്ടൊന്നുമില്ല, ചുമ്മാ ഫോണിൽ കയറാൻ പറ്റുമോ? എവിടെയാ ഇരുന്നാ മതിയായിരുന്നു. അവിടെ ആ കാലിൽ ഇട്ടോ. നിന്റെ മോന്തേന്ന് എടുക്കണം. എൻ്റെ പോലെ എടുക്കണം. പകച്ചിക്കണ പോലെ ഉണ്ടോ? അയ്യോ നടക്കടാ. മൈക്കില്ലേ പോടലടാ, പതുക്കെ പോടാ. ഞാൻ ഇപ്പോൾ ഓടിയതൊന്നുമല്ല, നീ നോക്കി ഇടന്നോട്ടെ. സാധനം പോണതാ, നേരെ ഇറങ്ങി പോണതാ. മൂക്കടിച്ച് വീഴും. മേത്തതിന് വന്ന് കയറും വയ്ക്കുന്നു ഉണ്ടാവുമോ. ഭാഗ്യം. പതുക്കെ പോ ചേച്ചി. അയ്യോ ക്ഷീണമൊന്നുമില്ലല്ലോ. ക്ഷീണമുണ്ടോ? ക്ഷീണത്തിൻ്റെ അല്ലേ ചേച്ചി, നടക്കാൻ ഭയങ്കരമായിട്ടേ കിതപ്പ് ഭയങ്കരമായിട്ട് കൂടുതലാണ്. അതാണ് പണി എന്നും നടക്കാൻ വരുന്ന ആളാ. ആര്? ആള് ആ പുള്ളിക്കാരി ക്ഷീണം ഉണ്ടാവില്ല. ആ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് നടന്നല്ലേ വരുന്നത്. ഇത് നേരത്തെ പറഞ്ഞ മാരല്ലേ. ഇവിടെ കിടന്നുറങ്ങായിരുന്നു കുറച്ചു നേരം അല്ലേ? ഇവിടെ കിടന്നുറങ്ങാനേ നല്ല ക്ലൈമറ്റ്. പാമ്പായിരിക്കും വരിക. ഒരു വായക്ക് വിരിച്ച് ഇവിടെ കിടന്നുറങ്ങാൻ നൈസായിട്ട്. അല്ലെങ്കിൽ ഏറുമാടണം ഇങ്ങനെ നൈസായിട്ട് നല്ല സൗകര്യം. പാറൊക്കെ കാണുമ്പോൾ പാനിയായിരിക്കണ്ട. പാറയാൻ തോന്നുന്നു നമുക്ക്. പോടാ, ആന കാണുമ്പോഴേ ചോന്ന ആനയായിരിക്കും. കാരണം മറ്റേ കറുപ്പാനെ കാണണമെന്നില്ല. ചോന്നാന. എടാ മറ്റേ മണ്ണിടാ. മണ്ടാ അല്ലേ ചേച്ചി? ആ ആകെ ചോന്നിരിക്കണ പോലെ കാണും. അപ്പോൾ മറ്റേ കറുപ്പ് പ്രതീക്ഷിക്കരുത്, ആ കളർ പ്രതീക്ഷിക്കരുത്. ആ എല്ലാ സമയത്തൊക്കെ ചോന്നിരിക്കണ്ടാവും. എന്ത് കൂളായിട്ട് ഇറങ്ങി പോണേ. ഓട്ടെ ഒരു സെക്കൻഡ്. പറ. ഉരുട്ടിവിടായിരുന്നു നിലത്തേക്ക്. ആരോഗ്യമുണ്ട്. ഇപ്പൊ ഒരു മുറൽച്ച കേട്ടോ നീ. പോടാ, നീ എന്തിനാണ് ചോയിലെ? വീഡിയോക്ക് റീച്ചിന് വേണ്ടിയാണോ മുരളിച്ച് കേട്ടു? അവിടെ എന്തോ അനങ്ങുണ്ട് കേട്ടോ. എലിയൊന്നുമല്ല, അവിടെ എന്തോ അനങ്ങുണ്ട്. നേരത്തെ അനങ്ങി. എനിക്ക് തോന്നുന്നത് മുള്ളമ്പന്നിയാണ് ചെറിയ സംശയം ഉണ്ടെങ്കിൽ. ആ സൈഡിൽ ആ സൈഡിൽ ബേഡല്ല, എലിയൊന്നുമല്ല. അവിടെ എന്തോ അനങ്ങുണ്ട് ആ സൈഡിൽ. മുള്ളമ്പന്നിയാണോ ചെറിയ സംശയം ഉണ്ടെങ്കിൽ. അതെ, നിനക്ക് ഹാലുസിനേഷൻ വന്നാടാ. ഇങ്ങനെ ഉണ്ടാവാറുണ്ട് ആൾക്കാർക്ക്. പേടിയുള്ള ആ സൈഡിലുണ്ടാ. പോടാ, അത് ഞാൻ അനക്കം കണ്ടതാ ചെറുതായിട്ട്. ഇത് വേണ്ട, എനിക്ക് കാണണമെന്നില്ല, എനിക്ക് ഇഷ്ടമല്ല. ഒന്നും കേൾക്കുക അല്ലെങ്കിൽ കാണുക. എനിക്കിഷ്ടമല്ല. മുള്ളമ്പന്നിയാണേ സീന. ബാക്കി എന്ത് വന്നാലും കുഴപ്പമില്ല. കടുവ വന്നാലോ സീൻ. അല്ല, ഇത് ഡാമേജ് ആക്കിയിട്ട് പോയി മേത്തൊക്കെ മുള്ളിട്ടിട്ടേ. അതെ, മറ്റേതൊക്കെ ഞാൻ ചാവും, പിന്നെയും കുഴപ്പമില്ല. ഇപ്പൊ ഒരു സൗണ്ട് കേട്ടാ. അത് മറ്റേ വെള്ളം വീണത് വന്നിട്ടൊക്കെയാണ്. ഇപ്പൊരു അതൊക്കെ തോന്നലടാ, ഇല്ലാത്ത കാര്യങ്ങൾ തോന്നലാണ് മറ്റേത്. ഹാലൂസിനേഷൻ. തേർഡ് സ്റ്റേജ് ഓഫ് ഹാലൂസിനേഷൻ. ആര്? പിന്നെ സത്യം പറയല്ലോ ചേച്ചി, ഒരു പേടിയില്ല കേട്ടോ. സത്യം പറയാം, ഒരു പേടിയും തോന്നിയിട്ടില്ല. വരികച്ചാ പേടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയല്ലല്ലോ. ഇപ്പോൾ അങ്ങനത്തെ സ്റ്റേജിലാണ് നിൽക്കണേ. ഇപ്പോൾ കടുവ പിടിച്ചാലും സീനില്ല എന്നുള്ള ഒരു സ്റ്റേജിലാണ് ഞാൻ നിൽക്കണേ. അതേ ആള് നീ ഒറ്റയ്ക്ക് വരാന്ന് ഇരിക്കുക. അപ്പൊ പേടിയായിക്കോളും. ഞാൻ കഴിഞ്ഞോട്ട് വന്നപ്പോ അങ്ങനെയാ. നമ്മളാള് ഇപ്പൊ എന്തിനാണ് കാട്ടുപോത്തിന്റെ ചൂര്, ആനയുടെ ചൂര് അങ്ങനെയൊക്കെ പറഞ്ഞാള്. അയ്യോ, അങ്ങനെയൊക്കെ ആച്ചാ പേടിയോ? ഇതൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോകണേ. അതുകൊണ്ട് പിന്നെ ഒരു പേടി അടിക്കേണ്ട ആവശ്യമില്ല. നമ്മളെ പറയണ പിന്നെയും എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്ന് പറയണ. സൗണ്ട് കേൾക്കുന്നുണ്ട്, അലർച്ച കേൾക്കണെന്നൊക്കെ. ചേച്ചി ഒന്നും പറയണില്ല. മറ്റേ പുള്ളി പേടിപ്പിച്ചായിരുന്നു. ചേച്ചി കുറച്ചു നേരം ബിൽഡപ്പ് കൊടുക്ക്.
ഇത് കണ്ടോ, ഈ സൗണ്ട് കേട്ടോ, ഇതെന്താണെന്ന് അറിയോ എന്ന് ചോദിക്കുക, അങ്ങനെയൊക്കെ പറയാം. അപ്പൊ ഞങ്ങൾക്ക് ചെറിയ പേടി വരും. പറഞ്ഞ പോലെ എന്തിട്ടാ, എന്തൊരു സൗണ്ടാ? കിളിയുടെ സൗണ്ടാ. ഓടാ, ഇങ്ങനത്തെ ടൂണോ ഇത്? BGM ഒക്കെ എടുത്തിട്ട് സിനിമയ്ക്ക് ഏതെങ്കിലും പടത്തിന്റെ. ആ, മരത്തിന് എന്തിട്ട് ബാധിച്ചത്? ക്യാൻസറടാ, വേറെടാ അത്. എന്നാലേ മന്ത് നമ്മള് കേരളത്തിലെ സയൻസ് ബുക്ക് എടുത്ത് 7ാം ക്ലാസ്സിലെയാ? പിന്നെ ഇന്നലെ പഠിപ്പിച്ചത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവില്ലേ? അവന് ഫുൾ A+ ആയിരുന്നു. ആർക്ക്? നിനക്ക്. ആ, ഇവന് കണക്കിന് മാത്രം ഫുൾ A+. കണക്കിന് ഫുൾ A+ ആയിരുന്നില്ല. ട്രക്കിങ്ങാര് വന്നിട്ടേ അതിലെ പയ്യന് എന്റെ അച്ഛനമ്മയും ക്ലാസ് എടുത്ത് കൊടുക്കാറുണ്ട്. അവിടെ നിന്നിട്ട് ഇവിടെ വരെ പാറയില്ലേ അവിടെ വരെ ക്ലാസ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ കാടിനെ കുറിച്ച്. അപ്പൊ അവൻ പറയാണ് അവന്റെ ഒരു ചാപ്റ്റർ കഴിഞ്ഞു. ഓ, പഠിപ്പിക്കാൻ വേണ്ടി കൊണ്ടുവന്നേക്കണു തന്തി ഇതും. അങ്ങനെയാ വേണ്ടത് ശരിക്കും. അങ്ങനെയാ വേണ്ട ശരിക്കും പറയാൻ. ശരിയാ, അവൻ ഇംഗ്ലീഷ് മീഡിയം ആണ്. പക്ഷെ അവന് നല്ല ഇഷ്ടമായി. ഇനി അടുത്ത പ്രാവശ്യം കൂടി ഞാൻ വരാട്ടോ നടത്തു പോയത്. ചെറിയ കുട്ടിയാ? 7ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ആ, അങ്ങനെയൊക്കെ സ്റ്റാൻഡേർഡ് അതിൽ പറ്റും. എന്റെ ഒരു ചാപ്റ്റർ കഴിഞ്ഞു. എന്റെ അടുത്ത് വന്ന് ഭയങ്കര ഈ കയറ്റം കയറണം ഇനി. കൊള്ളാം. കയറ്റാണോ? ഇതൊക്കെ കയറ്റാണോ? നമുക്ക് വാ വാ. കയറാൻ തുടങ്ങി കഴിഞ്ഞാൽ, ഒരു ഇത് കിട്ടി കഴിഞ്ഞാൽ, ഫ്ലോ കിട്ടി കഴിഞ്ഞാൽ പിന്നെ തടുക്കാൻ പറ്റില്ല. ചേച്ചിയാണ് സ്പീഡായി. ഞാൻ വേണ്ട, ഒന്നുകൂടി സ്പീഡ് കിട്ടും. അതൊക്കെ പോ. വാ. വേറെ അവിടെ നിൽക്കണ കടുവ് പിടിക്കാം. കുഴപ്പമില്ല, ചിലപ്പോൾ പറയാൻ പറ്റില്ല. ഇപ്പം പറഞ്ഞിട്ട് നൈസായിട്ട് കൊണ്ടുപോകും ജോയലിനെ തിന്ന് കഴിയുമ്പോഴേക്കും നമുക്ക് ഓടാനുള്ള സമയമുണ്ട്. ഏത് നേരത്താണല്ലേ? ഇത് വരും, ഇത് ഞാൻ തീർക്കുന്നറിയാം, പക്ഷെ തിരിച്ചു പോകണ്ടേ? വേസ്റ്റ് തുടങ്ങി. ഞാൻ 10:30 ഭക്ഷണം കഴിച്ചതാ. 5.7 കിലോമീറ്റർ ആയിട്ടാ. നിങ്ങളേ സമാധാനം. ഓൾറെഡി ഇങ്ങനത്തെ ഏരിയകളിലുള്ളവരെല്ലാവരും പറയാറില്ല 1 കിലോമീറ്റർ എന്താ പറയുള്ളൂ, 10 കിലോമീറ്റർ ഉണ്ടാവും ശരിക്കും. അയ്യോ, അപ്പൊ 50 കിലോമീറ്റർ നടന്നില്ല. നാളെ എനിക്കിപ്പോ കാലം നനക്കാൻ പറ്റണ്ടേ? അയ്യോ, വെള്ളത്തെ ആ ഇതൊക്കെ ചേച്ചി വെള്ളം കുടിക്കട്ടെ. ആരാ തുറക്ക്. അവരെ കണ്ടില്ല വരുന്നുണ്ട്. ആരാ കൂട്ടിട്ടോ? എത്ര പേര് അവര്? നിങ്ങളല്ലേ പറഞ്ഞു കഴിഞ്ഞു വെറുതെ അലക്കാനല്ലേ? അപ്പൊ ഒരു ഇവണ്ടല്ലോ, അത് കാരണം കൊടുന്നതായിരിക്കും. കോട്ടിട്ട് വന്നോരാ ഇരുന്നോരാ? അവിടെ ഇരുന്നില്ലേ ചേച്ചിമാര്? ഓ, ഞാനും കുടിച്ചേക്കാം കുറച്ച്. വെള്ളം കളയല്ലോ കമ്മിക്കുമ്പോ. നല്ല ടേസ്റ്റ് ഉണ്ട് അവിടെ. 1000 കയറി എൻ്റെ ജോയല. വാ പോവാം. സ്ലോലി നടക്ക്, ഓടല്ലേ. കുരങ്ങൻ, കരിങ്കുരങ്ങ്. പിടിക്ക് രസായനം. ആ കണ്ടു പോയി. എന്നാലും ഒന്നിനെ കണ്ടില്ല. വീഡിയോ എടുക്കുമ്പോ ആള് പോയി. എവിടെ? അതിന്റെ ഇടയിൽ കൂടെ കറുപ്പ് കാണുന്നുണ്ടോ? അതൊക്കെ നോക്കിയിരിക്കുന്നുണ്ടോ? ആ മരത്തെ ആടണ മരത്തിന്റെ അവിടെയാണോ? ആ കിട്ടില്ല ഇതേടാ ഇവിടെ
കാണാൻ പറ്റുണ്ടോ? അവിടെ അനങ്ങി ഇത് ഇവിടെ ഈ ഭാഗത്താ. അനക്കെന്ന് വെച്ചതില്ല അവിടെ നിൽക്കണം, അവിടെ തന്നെ നിന്നു. ഇവിടെ കിട്ടില്ല, ഒന്നും കാണാൻ പറ്റില്ല. അതിനായി പോയി ഇങ്ങോട്ട് പോവാന്നൊരു കണ്ടോടാ മനുഷ്യന്മാർക്ക്. എന്തിനാ പേടിക്കുന്നേ? അതിനെ അവർക്ക് ഭയങ്കര പേടിയല്ലേ. ഇത് വെള്ളക്കുരങ്ങ് വരില്ലേ, വെള്ളക്കുരങ്ങ് ഇതെന്ന് കണ്ടു കഴിഞ്ഞാൽ എന്തെങ്ങനെ ഇല്ല ചേച്ചി എണ്ണം കുറവാന്ന്. കരിങ്കുരങ്ങ് കരിങ്കുരങ്ങ് എണ്ണം കുറവല്ലേ? സൈസ് കൂടുതൽ കരിങ്കുരങ്ങ. സിംഹവാലൻ അതല്ലല്ലോ, ഇതാണ്. ഇത് നീലഗിരി ലങ്കൂർ കരിങ്കുരങ്ങ്, മറ്റേത് ലയൺ ടൈലിന്റെ മക്കുവ. അത് നമ്മള് നെല്ലിയാമ്പതി പോകുമ്പോ കൂട്ടില്ല കാണാറുണ്ട്. ഇതൊക്കെ മരുന്നാണ് കേട്ടോ, മുത്തിലെന്ന് പറയും. എന്തിട്ട് മറ്റേ എന്തൊരു പേ ഇത് ഞാൻ കണ്ടിട്ടുണ്ട്, നമ്മുടെ അവിടെയും കണ്ടിട്ടുണ്ട് ഈ സാധനത്തിന്. ഇതില് മുട്ടുവേദനയ്ക്ക് എടുക്കണതാണ്. പിന്നെ നമ്മള് കോഴിക്കോട് ഭാഗത്തേക്കൊക്കെ പാലക്കാട് അരിയൊക്കെ ഇത് ചട്നിയിലിടും. ചട്നിയിൽ യൂസ് ചെയ്യോ? ആ ചട്നിയില് അരച്ചെടുക്കും. ഇതൊരു മുത്തിലോ? മുത്തില് അത് കണ്ണിന് തെളിവ് കിട്ടുന്നു. നല്ല ദോശ കഴിക്കാൻ തോന്നുന്നു പറഞ്ഞപ്പോ. ചട്നി മുത്തിൽ കാറിൽ വരായിരുന്നു. അഭിഷേകം ഒന്നെങ്കിൽ ഇവിടെ ഒന്നും കയറില്ലേ മോനെ? കാട്ടില് കയറിട്ട് വരാനൊക്കെ കാണാൻ പറ്റുന്ന അതൊരു ഭാഗ്യാണ് കേട്ടാ. അത് ഞങ്ങക്ക് ഇങ്ങനെ എനിക്ക് നമ്മള് വരുമ്പോ കാണാറുണ്ട് എന്തെങ്കിലും അല്ലേ? ആനനെ കാണാറുണ്ട് എന്തെങ്കിലും. ആ റോഡ് സൈഡിലൊക്കെ കാണാറുണ്ട്, എന്തെങ്കിലും കാണാറുണ്ട്. ആനനും കാര്യങ്ങളും കിട്ടാറുണ്ട്. അതിരപ്പള്ളി പോകുമ്പോഴേ കൂടുതൽ കിട്ടാറ്. ഞാൻ വരുമ്പോഴൊക്കെ കണ്ടിട്ടുണ്ട്. മ്ലാവ്, മാൻ. നല്ല സംസാരം വരുന്നുണ്ടല്ലോ. കൊറേ വരുന്നുണ്ട് അവര്. അമ്മമാരും അപ്പാപ്പന്മാരൊക്കെ നടന്നു വരുന്ന അവസ്ഥ നമുക്ക് കൊയ്യണ്ടേ. ഞാൻ മറ്റേ ചേട്ടൻ കൂളായിട്ട് പോകണ്ട്. എന്തിട്ടാ ചിലന്തി? അല്ല എന്ത് സ്പൈഡർ, അങ്ങനത്തെ വല്ല സ്പൈഡർ ഉണ്ടോ? കടിച്ചാവും. അത് സൂം ചെയ്തെടുത്തോളാം, നല്ലത്. നല്ല കാണാൻ ഒരു രസം. മറ്റേ ഗരുഡ ശലഭം പറക്കണോക്കി നമ്മള് ബാക്കിൽ തലയുടെ കിട്ടില്ല പോയി ഗരുഡ ശലഭം ഇതെടുക്കും. മറ്റേ ഇതുമ്പോ പിടിച്ചോളൂ. പാട്ടുപാടി മൃഗങ്ങൾ ഓടിപ്പിക്കണ്ടല്ലോ ജോയില്. സൗണ്ട് കാരണമാണ് ഊട്ടിയിട്ട് കരിങ്കുരങ്ങ് നമ്മള് കണ്ടിട്ടുണ്ടായില്ലല്ലോ. നമ്മള് ചാടിപ്പല്ലേ ശ്രദ്ധിച്ച. കൊറേ പിള്ളേരൊക്കെ ഉണ്ട്. ഫേമ. ഓ തല സൂക്ഷിച്ച് നടക്കണേ. ഇത് നമ്മളങ്ങോട്ട് കയറണം അല്ലേ? ചേട്ടാ എന്നതിനാ? അത് മതി, അത് മതി. ഒരുമിച്ച് കയറണ്ട. കടുവേറെ ഓടിപ്പോകും ചേച്ചാ. ആ നല്ല മൂട. സൂക്ഷിച്ച് സൂക്ഷിച്ച്. ആ മരത്തിന്റെ തല അതോ വല്ല ഇതാണോ? ബേഡാണോ അത്? നോക്കിയേ. എവിടെ? മറ്റേ ഇതിന്റെ പോലെയുള്ള ഒരു അയ്യേ എവിടാ? ഇതാ പക്ഷെ അതിന് മോനിയാണോ അത്? മറ്റേ ഇതാന്നോണ്ട മരത്തിന്റെ മോനിയാണോ അതോ? നോക്കി ഇങ്ങോട്ട്. ഒരു പക്ഷിയുടെ പോലില്ലേ? നോക്കിയേ, ഒരു പക്ഷിയുടെ പോലില്ലേ? നോക്കിയേ, അതിന് ചിറക് നോക്കിയേ. പക്ഷിയുടെ പോലില്ലേ? ഒരു മൂങ്ങിയോ എന്താ പരുന്നിന്റെ ഒക്കെ പോലില്ലേ? സൂമിയ നോക്കി നോക്കിയേ. കാണാൻ പറ്റുന്നുണ്ട്? എന്തിട്ട് തോന്നണേ? മൃഗമല്ല, അത് മരത്തിന്റെ. പോടാ, അതിന്റെ മറ്റേ ഇതുപോലെ വാല് പോലെ തോന്നില്ലേ? ചിറക് പോലെ തോന്നില്ല? എന്റെ പൊന്നേ ചേച്ചി ഞങ്ങളെ കൂടി കൊണ്ടു. ഞാനൊരു 10 കിലോമീറ്റർ മിനിമം അത് വേണം. 4 പറഞ്ഞ ഇട്ടാ ടോട്ടൽ 5 കിലോമീറ്റർ. നിങ്ങൾ 1 കിലോമീറ്റർ ഇതാക്കിട്ടുള്ള നടന്നിട്ടുള്ള വാച്ചില് 5:39. രണ്ടുപേരും കൂടി കൊണ്ടുവരണേ. ഇങ്ങനെ ചെറുപ്പക്കാർ ഇങ്ങനെ പറഞ്ഞാലോ? ചെറുപ്പം മനസ്സുകൊണ്ടേ ഉള്ള മതി, അതാണ് വേണ്ടത്. ശരീരം കൊണ്ട് ഇല്ലാത്തോണ്ട് ഭയങ്കര നടന്നോ കുറച്ചോളോ.
വേണ്ടേ പെട്ടെന്ന് എത്തും. കാരണം അവരില്ലേ ഗ്രൂപ്പ് ആയാലും ഏജിലക്കാരോ കോട്ടയം പോലെ ഇരിക്കണോ ആണെന്നല്ലേ പോവാം. നല്ല കയറിയാൽ മതി കയറ്റം അതെ കയറിയാൽ മതി കയറ്റത്തിൻ്റെ അടുത്തിരിക്കാന്ന്. അതെ മതി. ഈ കാടൊന്നും ആസ്വദിക്കുന്നുണ്ട്. എന്തിനാ എങ്ങനെ ആസ്വദിക്കാനോ ഉദ്ദേശിക്കണേ? കാട്ടിൽ കുറച്ചേരം ഇരുന്നിട്ട് അവിടെ ഇരിക്കാം കയറി കഴിഞ്ഞിട്ടില്ല. അപ്പോൾ നിങ്ങളുടെ ഡാമെത്തുന്നല്ലേ? അല്ല ആ കയറ്റം കയറി കഴിയുമ്പോൾ അവിടെ ഇരിക്കാം. ഇനി ഓൾമോസ്റ്റ് എത്ര കിലോമീറ്റർ ഉണ്ടോ ചേച്ചി? ഇവിടുന്ന് അറിയില്ല വെറുതെ പറയാടാ. പറയില്ലേ 1 കിലോമീറ്റർ 2 കിലോമീറ്റർ. പറഞ്ഞു കഴിഞ്ഞാൽ എടാ നോക്കടാ ഇപ്പോഴത്തെ ടൈം നോക്ക്. എന്നിട്ട് അവിടേക്ക് 1 കിലോമീറ്റർ ആണ് നോക്ക്. 5:44. 5:44 വാച്ച് ഒരിക്കലും തെറ്റില്ല. മാപ്പ് ഇട്ടിട്ട് പരീക്ഷിച്ചിട്ടില്ല. 6:44 കറക്റ്റ് ചേച്ചി. എനിക്ക് 9 മാറിയോ ട്രക്കിംഗ് കേട്ടല്ലേ? സ്റ്റെപ്പൊക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ടാവേ. വാക്കിങ്ങിൽ കറക്റ്റ് കിട്ടാറുണ്ട്. വാക്കിംഗ് ഇട്. ട്രക്കിംഗ് കേട്ടല്ലേ? 1/2 കിലോമീറ്റർ ആകുമ്പോൾ പറയണം കേട്ടോ, ഒന്ന് റിലാക്സ് ചെയ്യാൻ. ജോയൽ വീണേ സൂക്ഷിച്ചു വാ. നീ വീഡിയോ എടുക്കാണ്ടിക്ക്, നമുക്ക് മുകളിൽ കയറിയിട്ട് എടുക്കാം. അടിയിലേക്ക് എടുത്താൽ പോരെ? വീണ്ടും സ്ലിപ്പ് ആവണ്ടാ? നിരങ്ങുണ്ട്. കയറുവോ? കൈ പിടിക്കണം. വേണ്ട പൊക്കോ. അയ്യോ എന്തിട്ട് കടിക്കണം മൂത്ത്. അവരൊക്കെ തിരിച്ചു വരുന്നു തോന്നുന്നുണ്ട്. എന്നെ ഇപ്പൊ പോയൊരു കയറ്റം കണ്ടിട്ടില്ലേ? ആ ഒരു ചെറിയ പിള്ളേരൊന്നും അധികം കുറവാ. അവരൊക്കെ കവർ ചെയ്യും ഫുള്ള്. കുറച്ചേരം ഇരുന്നിട്ടൊക്കെ പോകും ചിലപ്പോ. അയ്യോ ഇപ്പൊ കടുവ അവരെ പിടിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ അവര് കടുവേനെ പിടിക്കുന്നു തോന്നുന്നുണ്ട്. എവിടെ ഇരിക്കാനുള്ള സ്ഥലം എന്ന് പറഞ്ഞ ചേച്ചി? എങ്ങോട്ട്? ഏത്? ആ കാട്ടുകുരുമുളക് അല്ലേ? എന്താ കുരുമുളക്? ആ ഉപയോഗിക്കാൻ പറ്റില്ലത്? അതാണ് നമ്മുടെ കറികളിൽ തന്നെയാണ് പൊടിച്ച് യൂസ് ചെയ്യില്ല. എന്താ? ആ എരിവില്ലാത്ത കാരണമാണോ? അതാണ് വിഷം ഒന്നല്ലല്ലോ. എവിടെയിരിക്കണേ? ഇവിടെ പാറമിരിക്കാം. ഓ ഹാ ഓ ഹാ അല്ലിയാമ്പൽ. വെള്ളം കഴിഞ്ഞാ? ഇല്ലില്ല, ഉണ്ട്. ആ ചേച്ചിയുടെ പഠിച്ചോ. ഏഴാം കാലിൽ 5:53. 13 മീറ്റർ ആയില്ലോ, 10 മീറ്റർ ആയില്ലോ. എഴുതോളാം. ഇവിടെ ഉണ്ട്. ഇനി എല്ലാം ഇറക്കായാൽ മതി.
നീ ഡബ് ചെയ്താൽ വോയിസ് ഒക്കെ കട്ട് ചെയ്തിട്ടേ. ഏയ് പോടാ, സന്തോഷ് ജോർജ് പോലെ ഡബ്ബി. ഞങ്ങൾ അങ്ങനെ നടന്നു. എന്നാ ഉണ്ട്. ആ സൂക്ഷിച്ചു വന്നോട്ടോ, കാല് പോവാൻ സാധ്യതയുണ്ട്. കൊട്ടഞ്ച് എത്ര മണി വരെയാ? 5:30 വരെ. പോണ്ടല്ലോ, പോണോ? പോടാ, നമുക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ. കുറച്ച് നേരം അവിടെ നിന്നിട്ടേ പോകുമ്പോൾ ഭക്ഷണം കഴിച്ചാൽ പോരെ? മതി. അല്ലാണ്ട് ഇവിടെ ഭക്ഷണം ഇവിടെ കഴിക്കാൻ പറ്റുന്ന സ്ഥലം ഉണ്ടോ? ഇവിടെ ഇറങ്ങി കൊണ്ടുകൊടുത്തുണ്ട്. ആ ഇവിടെ തട്ടായിരിക്കുന്നുണ്ടാവും കൂടുതൽ. തട്ടായിരിക്കും അല്ലേ? സൂക്ഷിച്ചു വന്നോ, കാലും കല്ലും സൂക്ഷിച്ചോടെ അല്ലേ? നടന്നു. അവിടെ കല്ല് നൈസായിട്ട് ഇളകിയിരിക്കുന്നുണ്ട്. അവിടെ ഞാൻ പറഞ്ഞു. ഏറുങ്കായ ഇത് മറ്റേ ഇങ്ങനത്തെ ഒരു കാട് കൂടി സിപ്പിങ്ങടാ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ? സിപ്പിങ് മനസ്സിലായി നിങ്ങൾക്ക്? അത് ഇവിടെ നിന്ന് ഇടാൻ പറ്റുന്ന നിറച്ചുമാരല്ലേ? എന്താന്ന് മുള്ള് ഇത് മറ്റേ ഏറുങ്കായം കൂടെ അല്ലേ തലയിൽ ഇങ്ങനെ ഇട്ടത്? അറിയില്ലാന്നോ? മടത്ത് പഠിച്ചിട്ട് അറിയില്ലാന്നോ? ആ സാധനം പുളിരസമാണത്. ഇതില്ലേ ആ ഈ കായൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ചേച്ചി, നമ്മുടെ അവിടെ ഉണ്ട് ഈ കായ. ഇതൊക്കെ ഉണ്ട്. ആ പിന്നെ പാലക്കാട് ഭാഗത്തുള്ളവരൊക്കെ കറി വെക്കും. രാജമ്പലനെ കാണാറുണ്ടോ? ഇവിടെ നല്ല വീടിൻ്റെ അവിടെ നിന്നില്ലേ? വീടിൻ്റെ അവിടെ നിന്ന് കാണാറുണ്ട്. പേരക്കട നമ്മള് വന്നപ്പോ ഏറ്റവും ബാക്കില് ഇടില്ലേ ഗൈഡ്, ആ വീടിൻ്റെ അവിടെ നിന്നൊക്കെ കിട്ടിയതാണ്. ഒരു വീട് എവിടെയാ? അവിടെ തന്നെ ഞങ്ങളുടെ അവിടെ തന്നെ. എന്നിട്ട് ഇവിടെ തന്നെ അയച്ചുകൂടെ? അതല്ല, ആ മരം മുറിച്ചത് ചോദിച്ചില്ലേ, ആ ആ ഭാഗത്ത് അയച്ച് അതിനെ തുറന്നു വിട്ടത്. ഏത് രാജവമ്പലിനെയാ? ഷോ അതെന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് നല്ല മഴയല്ലേ, ആ മരം വീണ് കിടന്നിട്ടേ അങ്ങോട്ട് വണ്ടി പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അതിനെ അവിടെ തന്നെ തുറന്നു വിട്ടു. കൊള്ളാം, അടിപൊളി. നമ്മളിരുന്ന ഭാഗ്യല്ലേ, ആ മരം വീണ് കിടന്ന് ചാടി കിടന്നു. അവിടൊക്കെ ഈ പാമ്പ് ഏറ്റവും കൂടുതലുള്ളതാ. എവർഗ്രീൻ അല്ലേ? ആ ഇനിയിപ്പോ എവിടെ ഉണ്ടാവും ഇനി? എന്താ ഞാൻ ഇറങ്ങി വിചാരിച്ചു. ഏയ് ഇത് ഒറ്റ കയ്യേ. ഇങ്ങനെ ഇറങ്ങി കേട്ടേ. നമ്മളവിടെ ആ മരം ചാടി ആ പാറേന്റെ അവിടെ നിന്ന് കയറിയില്ലേ, അവിടെ നിന്നുള്ള കാട് ഡെസ്റ്റിനേഷൻ ഫോറസ്റ്റ്. പിന്നെ ആ മരം ചാടി കിടന്നു, അത് എവർഗ്രീൻ. എവർഗ്രീൻ ഫോറസ്റ്റ്. ഇത് സെമി എവർഗ്രീൻ. 5.73 കിലോമീറ്റർ. നിങ്ങളത് ആനം തെറ്റാ. അടുത്ത പ്രാവശ്യം അങ്ങോട്ട് വരുമ്പോ മാപ്പേ, അടുത്ത പ്രാവശ്യം മാപ്പ് ഇട്ട് പോവാം ഫോണില്. ഡിസ്റ്റൻസ് നമുക്ക് പിടിക്കണം. വിളിക്കാം, എന്തായാലും വിളിക്കും. ഇത് ഇന്നാള് ന്യൂസിൽ കണ്ടില്ലേ, പേരാലാണത്. പേരാല് മുറിച്ചിട്ട് 7.25 ലക്ഷം പിഴ കിട്ടിയത് ഒരാൾക്ക്. ആ ഇനി പൈസ വരുന്നുണ്ടോ പേരാലിന്? അതല്ല, അത് ഓക്സിജൻ അല്ലേ. ഓ അങ്ങനെ. ആ
കാട്ടിന്ന് വെട്ടി കാട്ടിന്ന് ഒരു മുള്ളു മുറുക്കി ആളുടെ പറമ്പിൽ തന്നെ വെട്ടി അതിന് പഴ കിട്ടിയ മുക്കാല് എന്ത് സ്വഭാവം ഇത് സ്വന്തം ഇതിലല്ലേ അങ്ങനെയൊക്കെ ഇൻട്രസ്റ്റ് ഒക്കെ വകുപ്പിൽ അറിയിക്കണോ തേക്ക് മുറിക്കുമ്പോഴുണ്ട് എല്ലാത്തിനും ഉണ്ട് അയൽക്കാരൻ പോയി പണി വെച്ചിട്ടുണ്ടോ നടക്കണേ നടക്ക് ഇതെന്തൊരു ഷേപ്പ് ഇങ്ങനെ ആന ഉണ്ടാക്കി വെച്ചാണ് അങ്ങനെ ക്രിയേറ്റിവിറ്റി ആണോ ക്ലേ മോഡൽ പോലെ ഉണ്ട് കുത്തിരിക്കണ്ടോ ശരിക്ക് ഇതാ മുളകിണ്ടല്ലോ മുളക്കള്ളൊക്കെ ഉണ്ട് അവിടെ മുളയൊക്കെ താഴ്ത്തി നോക്കിയേ ഇതെന്നടേ ഇവിടെ നടക്കുന്നു ആനക്ക് വിവരിച്ച് നടക്കണ്ടതാ ഇവിടെ ഒന്നും ആന പോയതിന് ആന കൊണ്ടതൊന്നല്ല ഇത് ഇവിടെ കൊണ്ടിട്ടാണ് മുള ആന പോയതിന് സൈനൊന്നും ഇല്ല എവിടെ സൈനല്ല അവിടെ തൊട്ടുണ്ട് ഇപ്പൊ നമ്മൾ വന്ന റോട്ടിക്ക് തന്നെയാണ് കയറണല്ലോ നമ്മൾ ഡാമിൻ്റെ അവിടേക്കല്ലേ കയറുക ആ അവിടുന്ന് നടക്കും ഒരു ഡോളി പോലത്തെ സെറ്റപ്പൊക്കെ വെക്കണമായിരുന്നു പുറത്തേറ്റ് കൊണ്ടുപോയി ആൾക്കാരെയൊക്കെ ശബരിമലയിലൊക്കെ ആ സെറ്റപ്പ് അല്ലേ അതുപോലെ വയ്യാത്തവർക്കൊന്നും കയറാൻ പറ്റില്ലല്ലോടാ കാട് കാണണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടാവില്ലല്ലോ അവർക്കും ട്രക്കിങ് ചെയ്യണമെന്നൊക്കെ അതിരപ്പള്ളിയിൽ ഞാൻ കണ്ണുകളുണ്ട് എന്തേ വയസ്സായവരൊക്കെ അടിക്ക് ഇറങ്ങി പോണു ഞാൻ അവിടെ മുകളിൽ വെള്ളത്തിൻ്റെ ഇടയ്ക്കാ അതേ മല മരത്തൂർ മല പൊന്മുടി അത് തിരുവനന്തപുരത്തെ പൊന്മുടി അല്ല കേട്ടോ തൃശ്ശൂരിലെ പൊന്മുടി പോവാ എന്തിട്ട് ചേച്ചി പന്നി ചെയ്യണോ അതെങ്ങനെയാ മനസ്സിലാവണേ പന്നി ചെയ്തോ കാലിലത് കണ്ടു കഴിഞ്ഞാൽ അറിയാം നമുക്ക് പക്ഷി നിരീക്ഷണം തുടങ്ങാം നമുക്ക് എന്തെങ്കിലും തുടങ്ങാം നമുക്ക് കാശ് വേണം അങ്ങനെയാണ് എന്ത് നിരീക്ഷണത്തിന് നടക്കാം അല്ല എന്തിനാ നമുക്ക് പേയ്മെന്റ് എങ്ങനെ കിട്ടുക വില ബ്രീഡിനെ കണ്ടുപിടിച്ച് കഴിഞ്ഞാലാ അതെന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാം നമുക്ക് അത് പേയ്മെന്റിന് വേണ്ടിയില്ല ഒന്നാമത് ആൾക്കാർ പാഷൻ അല്ലേ മറ്റൊരു ഇതാണ് ഞാൻ പോലെ കാട്ടിലൊക്കെ വന്നിരുന്ന് റിസർച്ച് ഒക്കെ ചെയ്യുകയാണെങ്കിൽ സ്റ്റേറ്റ് ഫണ്ട് ഒക്കെ തോന്നുന്നുണ്ട് മറ്റേത് കിട്ടുമോ PhD മറ്റേ സാധനങ്ങളൊക്കെ കിട്ടും മറ്റേ PhD അല്ല എന്താ പറയാ ഡോക്ടറേറ്റ് പോലത്തെ അങ്ങനത്തെ സാധനങ്ങളൊക്കെ കിട്ടും ഷവലിയാർ ജോയൽ സ്റ്റൈഫൻഡ് ഒക്കെ കൊടുക്കുന്നു തോന്നുന്നുണ്ട് ബുക്കൊക്കെ എഴുതാം നൈസായിട്ട് യൂട്യൂബിലോട്ട് കണ്ടമാനം കാശ് കിട്ടും ബുക്കൊക്കെ എഴുതാറാ നൈസായിട്ട് എൻ്റെ ആത്മകഥ യൂട്യൂബിൽ എന്തോരം ചാനലുകളാണെന്ന് പറയാം അങ്ങനത്തെ ക്യാമറ എടുത്ത് ഇറങ്ങി പക്ഷെ അത് അവർക്ക് പോവാനുള്ള ചിലവിന് കിട്ടുള്ളൂ ചിലപ്പോഴേ എന്നാലും ചിലപ്പോൾ ചിലവർക്ക് മനസ്സിൽ തോന്നി ഇത് കാര്യം പറയണമെന്നുണ്ടാവേ അങ്ങനത്തെ ഉണ്ടാവും 3 ലക്ഷം കിട്ടിയിരിക്കുക ഒരു വീഡിയോ ഒന്ന് 3 ലക്ഷം ഒരു ചിലവുണ്ടാവുന്നു ചിലപ്പോൾ സ്പോൺസർഷിപ്പ് ഒക്കെ ഉണ്ടാവും സ്പോൺസർ ഉണ്ടാവും ആരെങ്കിലൊക്കെ യാത്ര എനിക്ക് ഓൾറെഡി അങ്ങനെ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ ആണെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു നമ്മളാ സംസാരിച്ചില്ലേ സാറ ബൈക്കിൽ നിന്നിട്ട് അത് ബീച്ച് ഫോറസ്റ്റ് ഓഫീസറാണ് ആള് ഫോട്ടോഗ്രാഫറും കൂടിയാണ് കേട്ടാ ആളൊക്കെ കണ്ടിട്ടുണ്ടാവൂലോ അപ്പൊ മൃഗങ്ങളൊക്കെ അത്യാവശ്യം ഇവിടെ കണ്ടിട്ടുണ്ടാവൂലോ വൈൽഡില്ലേ എന്താണ് ആളുടെ അതില് മറ്റേ ഈ വൈൽഡ് ഡോഗില്ലേ മ്ലാവിനെ കൊന്നിട്ട് ആന ഓ കണ്ണി പുഷ്പ സീൻ ഉണ്ടായിരുന്നല്ലേ കടുവനെ കണ്ട് പേടിക്കണത് അത് ഉണ്ടായില്ലല്ലോ പിന്നെ
അതുണ്ടെങ്കിൽ കുറച്ചും കൂടി ഇമ്പാക്ട് ഉണ്ടായിരുന്നു. എന്തുണ്ടായിന്? വേറെ വല്ല സീനൊക്കെ വെക്കായിരുന്നു. ആ കാട്ടിലൊക്കെ ഓടിച്ച് താമസിക്കണതും പിന്നെ പുതിയതായിട്ട് സീൻ സെറ്റായി വരുന്നതും മൊത്തം റിച്ച് ആയിട്ട് തന്നെയല്ലേ കാണിക്കുന്നത്. 6 കിലോമീറ്റർ ആയിട്ടോ ടോട്ടല്. ഞാൻ പറഞ്ഞില്ലേ നിങ്ങളുടെ 1 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 2 കിലോമീറ്ററാ. ഇനി എത്ര സമയം ഉണ്ടാവും ചേച്ചി? എന്താണ് ഇഷ്ടം? ഞാൻ വാച്ചിൽ നോക്കിട്ടാവുന്നുണ്ട് 12. എന്തിന്റെ കടുവേര് ഒന്ന് പോടുന്നു? ഏത് ഇതാ? ഇത് കടുവയുടെ കഷ്ടാ? ശരിക്കും പറയും, കാര്യം പറയും. ഇത് അപ്പൂപ്പനാടി പോലെ ഉണ്ട് ചേച്ചി. ആ സീരിയസ് ആയിട്ട് പറയണേ? ആണെന്ന്. കടുവേരെ കടുവയുടെ നമ്മൾ കടുവ കണ്ടിട്ടുണ്ടാവില്ലേ? നമ്മൾ കണ്ടില്ലെങ്കിലും. ഇല്ലില്ല. അങ്ങനെയല്ലേ ശരിക്കും മൃഗങ്ങൾ ഒഴിഞ്ഞു മാറി പോവുക ചെയ്യാ. ഫസ്റ്റ് അവരെ കാണും നമ്മളെ. കണ്ടിണ്ടാവൂല. നമ്മളെക്കാൾ സ്മെല്ല്, നമ്മളെക്കാളും കാഴ്ചശക്തി, കേൾവി ശക്തി ഇതൊക്കെ കൂടുതൽ മൃഗങ്ങൾക്കാ. പോവിടുന്നത് അവരുടെ ഫ്രീക്വൻസി ഭയങ്കര കൂടുതലാന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ? തട്ടണ്ട തട്ടണ്ട എൻ്റെ അടുത്ത് നോക്കുന്നത്. വിടല്ലേ വിടല്ലേ, ഞാൻ വലിച്ചു വിടാന്ന് വിചാരിച്ചു ചേച്ചി. നമ്മളെ നോട്ടത്ത് വെച്ചിട്ടുണ്ടാവും പോലെ കടുവയൊക്കെ. ഞങ്ങൾക്ക് ഇവിടെ ബല തിന്നാണ്ടെന്നിരുന്നുണ്ടാവും. ദാരിദ്ര്യം വേണ്ട അതൊക്കെ. 400-500 കിലോന്റെ കാട്ടുപോത്തിന് അലക്കണവരാണ്. എന്നാലും 3 കിട്ടിക്കഴിഞ്ഞാൽ വിടുവോ? ഓടാനും പറ്റില്ലേ ചേച്ചി, പിന്നെ ഓടിപ്പോവും. ആര്? അത് ശരിയാ, ചില സമയത്തൊക്കെ ഒരു ധൈര്യം വരില്ലോ. ധൈര്യം വന്നു കഴിഞ്ഞാൽ ഓടില്ലോ. ധൈര്യം വന്നു കഴിഞ്ഞാൽ ധൈര്യം പോയി കഴിഞ്ഞ ഒരു ഓട്ടം വരില്ലോ. മാനൊക്കെ ഓടണം കണ്ടിട്ടില്ലേ? അമ്മാതിരി ഓട്ടം ഓടി ചിലപ്പോ നമ്മളൊക്കെ പേടിച്ചു കഴിഞ്ഞാ. പേടിച്ചു കഴിഞ്ഞാ അമ്മച്ചേ അവസാനൊക്കെ വരും. നേരത്തെ അമ്മച്ചി വിളിക്കാൻ ഇറങ്ങിട്ട് ഞങ്ങൾക്ക് ഇത് റീപ്ലാന്റേഷൻ ചെയ്ത ഫോറസ്റ്റ് ആണ്. നമ്മളിവിടെ നോക്കുമ്പോ നിറയെ തേക്കും ഇരുമുള്ളും മാത്രമല്ല. നമ്മളാ വന്ന കാട്ടിലൊന്നും എവിടെ ഇല്ല, തേക്കില്ല. ഓക്കെ, ഫോറസ്റ്റ് ആക്കി എടുത്തതാണ്. റബ്ബറും ഇതൊക്കെ ആയിരുന്നു, മറ്റേ പറമ്പ് പോലെ ആയിരുന്നു. ബ്രിട്ടീഷുകാരൊക്കെ വന്നിട്ട് അതിങ്ങനെ വനക്ക കടിയാർത്തിന് വേണ്ടിയിട്ടില്ലേ മുറിച്ചതാണ്. എന്നിട്ട് പിന്നെ റീപ്ലാന്റേഷൻ ചെയ്തത്. റഷ്യുണ്ടല്ലോ, റഷ് വേണ്ട. കാറ്റഗറി മാത്രം കുറച്ച് റെസ്റ്റ് കൊടുത്താൽ മതി. ഹാർട്ടിന് കുറച്ച് സമ്മാനം കിട്ടാനേ. ശരിക്കും റെസ്റ്റ് എടുത്തിട്ട് നടക്കാൻ പാടുള്ളൂ. ഞായറാഴ്ച കഴിഞ്ഞല്ലേ? സമാധാനമില്ലേ? നിന്റെ മൈൻഡ് കൂളായില്ലേ? കൂളൊന്നായിട്ടില്ല. എന്ത് കൂള്? ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ നമ്മുടെ പകുതി പ്രശ്നങ്ങൾ തീരടാ. ഈ ജോലി മേടിച്ചെടുക്കുക, എന്നിട്ട് നീ സ്ഥിരം നടക്കുക. സെറ്റല്ലേ? എല്ലാ ആഴ്ചയും നടക്കുക. നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ വെറുതെ പറഞ്ഞതല്ല, ബോറടിക്കും. പകുതി പ്രശ്നങ്ങൾ തീരും. നമ്മുടെ ഫ്രസ്ട്രേഷൻ, സ്ട്രെസ് ഒക്കെ കുറയും. നടക്കാൻ തോന്നുന്നില്ല, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. നടക്കാൻ ഫ്രസ്ട്രേഷൻ വരാം. നടക്കാൻ ഫ്രസ്ട്രേഷൻ അടിക്കുന്നു. ഇതടിച്ച് കഴിഞ്ഞാൽ കുറ്റം വന്നു ചിലപ്പോൾ രാത്രി പോകുമ്പോൾ എന്തിനു വേണ്ടിയിട്ട് നടന്നേന്ന് അങ്ങനെ തോന്നി കഴിഞ്ഞാൽ വീണ്ടും സ്ട്രെസ് കയറും. നടന്ന സമയം വേസ്റ്റ് ചെയ്യുന്നൊക്കെ. ആ സമയം ഉണ്ടായിരുന്നെങ്കിൽ എന്തൊക്കെ ചെയ്യുന്നതൊക്കെ. അഭിഷേകം അതുകൊണ്ട് വരാത്തിന്നുണ്ട്. ഈ കല്ലുമൊക്കെ ചവിട്ടി ചവിട്ടി പോകുമ്പോഴേ കാല് വേദന എടുക്കുന്ന മെയിൻ കാരണം അതാ. ഇതല്ലല്ലോ അറിയില്ല, നമ്മള് ഇപ്പൊ അറിയില്ല. രാവിലെ നമ്മള് ചെറുതായിട്ട് അറിയും. രാവിലെ എന്നാ വീട്ടിൽ പോയി ഞാൻ അറിയാൻ പറ്റും. അങ്ങനെ അറിയില്ല. ഉറങ്ങാൻ ചെയ്ത് ഞാൻ. അയ്യോ, ഞാൻ നാളെ എനിക്കോ സംശയ ലീവ് എടുക്കടാ. പോടാ, തിങ്കളാഴ്ച ലീവ് എടുക്കാൻ പറ്റില്ല. അമ്മയ്ക്കില്ല എടുക്കാൻ ഞാൻ പ്രശ്നമില്ല.
ഒരാളെ വിളിക്കണമായിരുന്നല്ലോ, മറന്നു. മീൻ കഴിക്കാൻ തോന്നുന്നു. ചെറിയ മീനടാ കഴിക്കാൻ തോന്നുന്നു. വറുത്തിട്ട് കഴിക്കാനേ. ആ ചെറുത് കൊഴുവല്ലേ? കൊഴുവ കറി വെച്ചിട്ടായാലോ നല്ല ടേസ്റ്റ്. പൊടിമീൻ. പൊടിമീൻ നല്ല കറി വെച്ചാലും അടിപൊളി ടേസ്റ്റാ. കറി വെച്ചാൽ എനിക്ക് ഇഷ്ടമല്ല, വറുത്തിട്ട് ഇഷ്ടം. വറുത്തിട്ട് ഇഷ്ടമാണ്, പക്ഷെ കറി വെക്കുമ്പോഴും ചോറും കുറച്ച് ചമ്മന്തി. അതെ, എന്താ അല്ലേ ഈ സ്വർഗ്ഗമൊക്കെ വിട്ടിട്ട് വേറെ ലോകത്തേക്ക് പോയിട്ട് നമ്മളെന്നെ ഉണ്ടാക്കി കഴിക്കും. അയ്യോ, അത് കഴിക്കുമ്പോ നന്നാക്കാനും പറ്റില്ല. കൊഴുവൊക്കെ പിന്നെ സ്വപ്നം കാണാനേ പറ്റുള്ളൂ, കിട്ടുന്നില്ല. എവിടെ കിട്ടാനാ? ആണെങ്കിൽ ആരെങ്കിലും നാട്ടിൽ നിന്ന് വരുമ്പോ കൊണ്ട് അതും പറ്റില്ല. നമ്മള് നാട്ടിൽ വരുമ്പോ കഴിക്കാൻ 2 കൊല്ലൊക്കെ. അയ്യോ, ബീഫ് അങ്ങനെ സാധനങ്ങളൊക്കെ കിട്ടും എന്തായാലും. അത് കിട്ടും, പക്ഷെ അമ്മാതിരി ടേസ്റ്റ് നമ്മുടെ അവിടുത്തെ ടേസ്റ്റ് പുറമെ കിട്ടില്ല എന്നാണ് എൻ്റെ ഒരു അറിവ്. മറ്റേ ഫ്രോസൺ ആയിരിക്കും ചിക്കൻ. ദുബായിലെ ടേസ്റ്റ് വലിയ ഉണ്ടായിരുന്നില്ല. പശുരിക്കും അതായിരിക്കും. അവിടെ എല്ലാം ഉണ്ടെന്നുണ്ടേ, മൂരീനൊക്കെ വെട്ടണമെന്നുണ്ട്. സംശയം ഉണ്ടെങ്കിൽ പ്രത്യേകത താണി. ഈ യൂക്കാലിപ്സ് അവിടെ ഇവിടെ ഇല്ല? ഏത് കാട്ടിലുണ്ടാ? യൂക്കാലിപ്സ് ഉണ്ടല്ലേ? ആ യൂക്കാലി തൈലുണ്ടാക്കണ അല്ലല്ല. ഉണ്ടല്ലേ? യൂക്കാലി തൈലുണ്ടാക്കണതൊന്നും സംശയം. എന്താ പറയാ അവനോട്? എന്താ കുട്ടിയോട് പറയാ? അതന്നെയാണത്. ആണോ? എനിക്കറിയില്ല, അവിടെ ഞാൻ ചോദിച്ച ചേച്ചിയോട്. ആണോ ചേച്ചി യൂക്കാലിപ്സ് തൈരുണ്ടാക്കണാണോ? പിന്നെ മറ്റേ യൂക്കാലിയില്ലേ, മറ്റേ പച്ച സാധനം. ഫോട്ടോ എന്താണെങ്കിലും ഉണ്ടാവും, നോക്കാം. ഗൂഗിളിൽ നോക്കട്ടെ പോയിട്ട്. അത് നല്ല കാര്യം. ഞാൻ അതൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ. നിങ്ങള് അട്ടപ്പാടി പോയിട്ടില്ലേ? ചുരം കയറിയിട്ട് ഇങ്ങനെ നോക്കുമ്പോ കാണാം. അപ്പുറത്തെ മലയിലില്ലേ, ഇവിടെ കേട്ടുകൂടിയിൽ തന്നെയല്ലേ? എത്തിയില്ലട്ടാ. ഇല്ല. എവിടെ എത്തിയിട്ട് 6:40. ഞാൻ ഉദ്ദേശിച്ചത് ഇതന്നെ. എന്നാലും കുഴപ്പമില്ല. നമ്മളിതിലെ വരുമ്പല്ലേ ഈ ഒരു കയറ്റം ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും. ഈ ഒരു കയറ്റം മാത്രമേ ബുദ്ധിമുട്ടുള്ളൂ, ബാക്കിയൊക്കെ ഇറക്കാം. അവർക്ക് സുഖമായി. നമ്മളെ ചോദിച്ചു, നമ്മള് കയറ്റൊക്കെ കയറി വന്നു, അവര് സുഖമായിട്ട് വന്നു. നമ്മളും പറയണ്ടല്ലോ അയ്യോന്ന്. നമ്മള് പറയില്ല, ഞാൻ പറയില്ല. ഉണ്ട് ഞങ്ങക്ക്. അതെ, അവര് ഇതാണ്. അയ്യോ ഇനിയുണ്ടോ? പ്രായ ആൾക്കാരുണ്ട് അതില്. അവര് നടക്കണോ ഉപരാജേ? ഇങ്ങനെ നടന്നോ? മറ്റേ പുള്ളിക്കാരനോട് പറയണ ചെറുപ്പം മനസ്സിൽ മാത്രമേ ഉള്ളൂ. എനിക്ക് ഇഷ്ടമായിട്ടാണല്ലോ. ശരീരത്തില്ല. ഇതന്നെ എല്ലായിടത്തും പറയാം നമുക്ക്. നമ്മളത് വെറുതെ പറയുന്നോട്ടാ. ഇവിടേക്കില്ലേ തൊട്ടിങ്ങനെ വരണല്ലേ, 50 വയസ്സിന്റെ മുകളിലേക്കുള്ളവരൊക്കെ വന്നിട്ടുണ്ട്. അതൊക്കെ സ്ഥിരം നടക്കുന്ന ആൾക്കാരായിരിക്കും. അവര് അമ്മ പറയാ ഞങ്ങള് നടക്കുന്നു, നടന്നോന്ന് പറഞ്ഞു. അതൊക്കെ മറ്റേ പണ്ടത്തെ ആൾക്കാരാണ്. നമ്മള് നടക്കണ നമുക്കും പറ്റുമൊക്കെ ചെയ്യും. 50 കിലോമീറ്റർ നടക്കാൻ പറ്റും, പക്ഷെ അത് ഫ്ലാറ്റ് ആയിട്ടുള്ള സ്ഥലത്താണ് മാത്രം. ഇതങ്ങനെയല്ലോ. കാറ്റുണ്ടെങ്കിലും കുഴപ്പമില്ല, ഈ കല്ലും മുള്ളൊന്നും ഇല്ലാണ്ടിരുന്നാ പിന്നെ റെസ്റ്റ് എടുക്കാൻ തോന്നുന്നില്ല. അതുകൊണ്ടാണ് നടന്നിട്ടേ കുഴപ്പമില്ല. നടക്കണേ നമ്മൾ നടക്കും, പക്ഷെ പിറ്റേ ദിവസം പോയി റെസ്റ്റ് എടുക്കാനേ. ഇവരൊക്കെ എങ്ങനെയാ മറ്റേ എവിടെ സിമ്മിന്റെ റേഞ്ച്? BSNL റേഞ്ച്. ആ സിം യൂസ് ചെയ്യും ഇവിടെ ഫോൺ വിളിക്കാനൊക്കെ. എന്നെ പറ്റുള്ളൂ അല്ലേ? കാശില്ലേട്ടാ. എന്തിട്ട്? കൊട്ടഞ്ചി കയറണ്ടേ? കാശില്ലാന്നോ? 300 രൂപയുള്ളൂ. അവിടെ ഗൂഗിൾ പേ ഉണ്ടെന്നല്ലേ പറഞ്ഞേ?
എന്തായാലും കൊട്ടം ചൂണി കയറിട്ട് പോവാം. വേണോ? പോവാടാ. എന്തായാലും ആനേനെ കണ്ടിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുള്ളൂ. ഓ എന്നിട്ട് ഒരു ആന കഴിഞ്ഞോട്ടം വന്നപ്പോൾ ഒന്നിനും കണ്ടില്ല. കഴിഞ്ഞ ദിവസം വന്നപ്പോളാ പക്ഷെ നമ്മള് കരിങ്കുരങ്ങനെ കണ്ടോട്ടാ. ആ അത് കണ്ടു. കണ്ടു. കണ്ണിലെ ഒരു ചലന്തിനെയും കണ്ടു. ആ ഞങ്ങൾ ഇന്നലെ വന്നിട്ട് ഇവിടുന്ന് പൊന്നുടുമ്പനെ കണ്ടു. ഉടുമ്പല്ലേ അതിന്റെ കുട്ടി